അരോമ ടി വിയുടെ എല്ലാ മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ധന്യതിരുനാമത്തിൽ വന്ദനത്തെയും സ്വാഗതത്തെയും അറിയിക്കുന്നു. അനുഗ്രഹീതവും മനോഹരമായ നല്ല നിമിഷങ്ങൾക്കായി, നല്ല ദിവസത്തിനായി ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം അനുഗ്രഹിക്കപ്പെട്ട ജീവിതാനുഭവം ദൈവം നടത്തിയ അത്ഭുതകരമായ വഴികളെയും കുറിച്ച് പങ്കുവയ്ക്കേണ്ടതിന് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് നമ്മോടൊപ്പം ഇന്ന് ജോയിൻ ചെയ്തിരിക്കുന്നത് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ എം ചാക്കോ അവറുകളാണ്. ഒരു പക്ഷെങ്കിൽ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവും, ചില ദിവസങ്ങൾക്ക് മുൻപ് കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനി ഐക്കാട്ട് അരോമ ടി വിയിൽ തൻ്റെ ജീവിതാനുഭവം സാക്ഷ്യം പങ്കുവയ്ക്കുവാനിടയായി തീർന്നു. ഒരുപാട് ജനങ്ങൾ ആ സാക്ഷ്യം ഏറ്റെടുത്ത് അതിലൂടെ ആത്മീയ അനുഗ്രഹങ്ങൾ അനുഭവിപ്പാൻ, സന്തോഷം പങ്കിടുവാൻ ഇടയായി തീർന്നു. ആ ദൈവദാസൻ്റെ മൂത്ത സഹോദരനാണ് ഇന്ന് നമ്മോടൊപ്പം തൻ്റെ ജീവിതാനുഭവങ്ങൾ പങ്കുവയ്ക്കുവാൻ ജോയിൻ ചെയ്തിരിക്കുന്നത്. ആകയാൽ നമുക്ക് എവർക്കും ശ്രദ്ധയോടെ, പ്രാർത്ഥനയോടെ, സ്കിപ്പ് ചെയ്യാതെ അവസാനം വരെ ഈ വീഡിയോ കാണുകയും കേൾക്കുകയും ചെയ്യാം. നാം എല്ലാവരും പ്രാർത്ഥനയോടെ ആയിരിക്കുമ്പോൾ കർത്താവിൻ്റെ വിലപ്പെട്ട ദാസൻ പാസ്റ്റർ സുനിൽ എം ചാക്കോ അവറുകളെ തികഞ്ഞ സ്നേഹത്തോടും ആദരവോടും കൂടി അരോമ ടി വിയുടെ പ്രേക്ഷകരോടൊപ്പം സമയം ചെലവഴിക്കുന്നതിനായിട്ട് ഞങ്ങൾ സ്വാഗതം ചെയ്തുകൊള്ളുന്നു. പ്രൈസ് ലോർഡ് ദൈവാസനെ. പ്രൈസ് ലോർഡ്. കർത്താവിന്റെ പരിശുദ്ധമേറിയ നാമം ഈ അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല നിമിഷത്തിൽ വാഴ്ത്തപ്പെടുമാറാകട്ടെ. കർത്താവിന്റെ വിലപ്പെട്ട ദാസൻ പ്രിയ ഡാനിയൽ ജോൺ പാസ് ഈ അരോമ ടി വിയുടെ ഈ പ്രോഗ്രാമിലൂടെ ലോകത്തിൽ അങ്ങോളം ഇങ്ങോളം അനേകരുടെ സാക്ഷ്യങ്ങൾ കേൾക്കുവാൻ ഇടയായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ ടി വി പ്രോഗ്രാമിനെ ഓർത്തും കർത്താവിനെ സ്തുതിക്കുകയും ഈ കർത്താവിന്റെ ദാസൻ ഡാനിയൽ ജോൺ അവറുകൾ ഇങ്ങനെ എനിക്ക് ഒരു അവസരം എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ തന്നത് ഓർത്ത് കർത്താവിനെ സ്തുതിക്കുകയും കർത്താവിന്റെ ദാസനോടുള്ളതായ നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. ഈ പ്രവർത്തനത്തെ ഓർത്ത് കഴിഞ്ഞ ചില നാളുകളായി പ്രാർത്ഥിക്കാൻ കർത്താവ് കൃപ ചെയ്തു. പ്രത്യേകിച്ച് കർത്താവിന്റെ ദാസനെ ഓർപ്പിച്ചതുപോലെ എൻ്റെ ഇളയ സഹോദരനാണ് പാസ്റ്റർ സുനി ഐക്കാട്. അദ്ദേഹത്തിന്റെ സാക്ഷ്യം ഇതിലൂടെ അനേക ആളുകൾ കേൾക്കുവാനും വിശ്വാസികൾ മാത്രമല്ല മറ്റുള്ള അനേക പ്രിയപ്പെട്ടവർ ഈ അരോമ ടി വിയിലൂടെ തന്റെ സാക്ഷ്യം കേൾക്കുകയും എന്നെ വിളിക്കുകയും സംസാരിക്കുകയൊക്കെ ചെയ്യാൻ ഇടയായി. തീർച്ചയായിട്ടും ഞാൻ മനസ്സിലാക്കുന്നു, അരോമ ടി വിയിലൂടെ ലോകമെമ്പാടുമുള്ള അനേക പ്രിയപ്പെട്ടവർക്ക് ഈ പ്രോഗ്രാം ഒരു അനുഗ്രഹമായി തീർന്നുകൊണ്ടിരിക്കുന്നു. ബൈബിളിൽ വായിക്കുന്ന പോലെ ഒരു സാക്ഷ്യം മറ്റൊരു സാക്ഷ്യത്തെ ഉളവാക്കുന്നു പറയുന്ന പോലെ അനേകരുടെ ജീവിതത്തിന്റെ ആത്മീയ വശങ്ങൾക്ക് അനേകരുടെ സാക്ഷ്യങ്ങൾ മുഖാന്തരമായി മുതൽക്കൂട്ടായി തീരുന്ന ഓർ ദൈവത്തെ സ്തുതിക്കുകയും ഈ പ്രവർത്തനത്തെ കർത്താവിന്റെ വരവോളം നിലനിർത്താൻ കർത്താവിന്റെ ദാസനെ ഈ ശുശ്രൂഷയിൽ ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. കർത്താവ് അനുഗ്രഹിക്കുമാറാകട്ടെ. സ്തോത്രം. കർത്താവിന്റെ ദാസനെ എന്നെ പരിചയപ്പെടുത്തിയതുപോലെ എൻ്റെ പേര് പാസ്റ്റർ സുനിൽ എം ചാക്കോ എന്നാണ്. എൻ്റെ സ്വദേശം റാന്നിയാണ്. ഞാൻ ഇപ്പോൾ ജോയിൻ ചെയ്തിരിക്കുന്നത് എറണാകുളം ജില്ലയിൽ മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് നെല്ലാട് എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോയിൻ ചെയ്തിരിക്കുന്നത്. ഞാനിവിടെ വാളകം സെന്ററിൽ നെല്ലാട് IPC സഭയുടെ ശുശ്രൂഷകനായിട്ട് കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ പ്രദേശത്തായിരിക്കുന്നു. തുടർന്നുള്ള നിമിഷങ്ങൾ കർത്താവ് നമ്മെ ഒരുമിച്ച് അനുഗ്രഹിക്കട്ടെ. ഈ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഞങ്ങളുടെ ജീവിതത്തിൽ കർത്താവ് ചെയ്ത അത്ഭുത പ്രവർത്തികൾ ആ കർത്താവിന്റെ കരം ഇന്നും കുറുകിയിട്ടില്ല. അത് എല്ലാവർക്കും അനുഭവമായി തീരുവാനായിട്ട് കർത്താവ് സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ഞാൻ എൻ്റെ സാക്ഷ്യം പങ്കുവെക്കാനായിട്ട് ആഗ്രഹിക്കുകയാണ്. റാന്നിയിലുള്ളതായ കനാനായ യാക്കോബായ പശ്ചാത്തലത്തിൽ ഞങ്ങൾക്ക് ജനിച്ചു വളർത്തപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങളുടെ വീട്ടുപേര് റാന്നിയിൽ ഐക്കാട്ടുമണിൽ നിന്നാണ്. എൻ്റെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായ ഒരു സാഹചര്യത്തിലാണ് ഞങ്ങള് ജനിച്ചു വളർന്നപ്പോൾ മുതൽ തന്നെ ഞങ്ങളുടെ പിതാവ് ഒരു തികഞ്ഞ മദ്യപാനിയായിരുന്നു. എന്നാൽ ഞങ്ങളുടെ മാതാവ് ദൈവസന്നിധിയില് പ്രാർത്ഥിക്കുകയും ദൈവത്തിൽ ആശ്രയിക്കുകയൊക്കെ ചെയ്യുമായിരുന്നുവെങ്കിലും ഞങ്ങളുടെ പിതാവിന്റെ മദ്യപാനം അത് വളരെ കഠിനമായ നിലയിലേക്ക് കടന്നു പോവുകയും ഞങ്ങളൊക്കെ അത് നിമിത്തമായിട്ട് ഒത്തിരി തിക്തമായ അനുഭവങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഉണ്ടാകേണ്ട സാഹചര്യങ്ങളൊക്കെ ഉണ്ടായി. എന്നാൽ പിൽക്കാലത്ത് ഞങ്ങളുടെ പിതാവ് കർത്താവിനെ അറിയാനുള്ളതായ അവസരങ്ങൾ ഉണ്ടായി. അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഒരു വലിയ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് കൃപ ചെയ്തു. ഞങ്ങളുടെ മാതാവും പിതാവും ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുകയാണ്. എനിക്ക് എന്നെ കൂടാതെ 3 സഹോദരങ്ങളുണ്ട്. മൂത്തത് സഹോദരി കുടുംബമാണ്. അവർ റാന്നിക്ക് അടുത്ത് തന്നെ പാർക്കുന്നു. പിന്നീടുള്ളത് എൻ്റെ ജ്യേഷ്ഠ സഹോദരനാണ്.
അദ്ദേഹം ഞങ്ങളുടെ സമീപം തന്നെ പാർക്കുന്നു. എൻ്റെ ഇളയ സഹോദരനാണ് പാസ്റ്റർ സുനി ഐക്കാട്. ഞങ്ങൾ എല്ലാവരും കർത്താവിനെ സ്നേഹിക്കുകയും സേവിക്കുകയും ആരാധിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു. എനിക്ക് ഭാര്യയും 3 മക്കളുമുണ്ട്. എൻ്റെ വൈഫിന്റെ പേര് ഷൈനി എന്നാണ്. എനിക്ക് 3 മക്കളുള്ളതിന് മൂത്ത മകള് BSc നഴ്സിംഗ് പഠനം പൂർത്തിയാക്കി ഇപ്പോൾ ബോംബെയിൽ ഹിന്ദുജ ഹോസ്പിറ്റലിൽ ഒരു നേഴ്സായിട്ട് ജോലി ചെയ്യുന്നു. രണ്ടാമത്തെ മകള് അബിയ 3-ാം വർഷം ഇപ്പോൾ ബാംഗ്ലൂർ BSc നഴ്സിംഗ് പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഇളയത് മകനാണ്, 10ാം ക്ലാസ്സിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ കുടുംബത്തെ ഓർത്ത് തുടർന്ന് എല്ലാവരും പ്രാർത്ഥിക്കുക. ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. ഞങ്ങള് നാമധേയ ക്രൈസ്തവ വിശ്വാസത്തിൽ നിലനിൽക്കുമ്പോൾ ഞങ്ങളുടെ പിതാവിന്റെ മദ്യപാന നിമിത്തമുള്ളതായ ഒത്തിരി മാനസിക ഭാരങ്ങളിലൂടെ പ്രയാസങ്ങളിലൂടെ ഒക്കെ ഞങ്ങൾ കടന്നുപോയി. വേണ്ടതുപോലുള്ളതായ ആത്മീയ സന്തോഷമൊന്നും അനുഭവിക്കാനായിട്ട് കഴിയാത്ത ഞങ്ങളുടെ ചെറുപ്രായത്തില് ഞങ്ങളുടെ പിതാവിന്റെ മദ്യപാന നിമിത്തമായിട്ട് ഞങ്ങൾക്ക് ഒത്തിരി വസ്തുവകകളൊക്കെ നഷ്ടപ്പെടുവാനായിട്ട് ഇടയായി തീർന്നു. ഞാന് ചെറിയ പ്രായത്തില് UP സ്കൂൾ വരെ എൻ്റെ വീടിനടുത്തുള്ളതായ സ്കൂളുകളിലാണ് പഠിച്ചത്. എന്നാൽ ആ സാഹചര്യത്തില് ശരിയായ നിലയിൽ പഠനം തുടരുവാനൊന്നും കഴിയാത്തൊരു സാഹചര്യത്തില് കവിയൂര് എൻ്റെ അമ്മയുടെ വീട്ടിൽ നിന്നാണ് ഞാൻ ഹൈസ്കൂൾ വിദ്യാഭ്യാസം ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നത്. എന്നാൽ ഞാൻ UP സ്കൂളിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഞങ്ങള് കനാനായ യാക്കോബായ പള്ളിയിൽ റാന്നി വലിയ പള്ളിയുടെ ഇടവക അംഗങ്ങളായി തുടർന്നുകൊണ്ടിരിക്കുന്നതായ സമയത്ത് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതായ ഒരു പാസ്റ്റർ, അദ്ദേഹത്തിന്റെ ഒഫീഷ്യൽ നെയിം അലക്സാണ്ടർ എന്നാണ്, ഞങ്ങളൊക്കെ സണ്ണിച്ച എന്നാണ് വിളിക്കുന്നത്. ആ കർത്താവിന്റെ ദാസൻ ഇന്ന് കർത്താവിന്റെ സന്നിധിയിൽ വിശ്രമിക്കുകയാണ്. ആ കർത്താവിന്റെ ദാസന് വണ്ടിപ്പെരിയാറിൽ ഒരു ആക്സിഡന്റിലാണ് ലോകത്തുനിന്ന് മാറ്റപ്പെട്ടത്. എന്നാൽ എൻ്റെ ചെറിയ പ്രായത്തിൽ തന്നെ ഞാൻ UP സ്കൂളിൽ പഠിക്കുമ്പോൾ ഒരിക്കൽ ഞങ്ങൾ ഒരുമിച്ച് യാത്ര ചെയ്ത് വരുമ്പോൾ ഈ പ്രിയ കർത്താവിന്റെ ദാസന് എന്നോട് പറഞ്ഞു, മോനെ നീ രക്ഷിക്കപ്പെടണം, സ്നാനപ്പെടണം, കർത്താവിന്റെ വേല ചെയ്യണം എന്ന് പറയുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഒരു ദൈവ വേലയെക്കുറിച്ചുള്ള ഒരു വിളി എനിക്ക് എൻ്റെ ചെറിയ പ്രായത്തിൽ ലഭിക്കാനിടയായി. എന്നാൽ അതിനുള്ളതായ പശ്ചാത്തലങ്ങളൊന്നും അതിനുള്ള സാഹചര്യങ്ങളൊന്നും ഞങ്ങളുടെ വീട്ടില് ഉണ്ടായിരുന്നില്ല. എൻ്റെ ജ്യേഷ്ഠനും പിതാവിന്റെ ആ രീതിയിൽ കൂടെ അല്പം മദ്യപാനവും കാര്യങ്ങളൊക്കെ ആയിട്ട് മുൻപോട്ട് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. എൻ്റെ പിതാവിന്റെ മദ്യപാന നിമിത്തം പലപ്പോഴും ഞങ്ങൾക്ക് രാത്രിയിൽ വീട്ടിൽ കിടന്ന് ഉറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. മദ്യപിച്ച് രാത്രിയിൽ കയറി വരുന്ന പിതാവ് വീട്ടിൽ കയറി വന്ന് അമ്മയോടും ഞങ്ങളോടൊക്കെ വഴക്കുണ്ടാക്കുകയും തല്ലുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞങ്ങള് വീട്ടിൽ നിന്ന് ഇറങ്ങി ഓടും. അങ്ങനെ ഇറങ്ങി ഓടി അപ്പന്റെ കയ്യിൽ പെടാതെ എവിടെയെങ്കിലുമൊക്കെ മാറി നിൽക്കും. പ്രത്യേകിച്ച് ഞങ്ങൾ ചെയ്യുന്നൊരു കാര്യമുണ്ട്, രാത്രിയിലാണ് പിതാവ് കടന്നു വന്നിട്ട് മദ്യപിച്ച് ബഹളം ഉണ്ടാക്കുന്നത്. അതുകൊണ്ട് ഞങ്ങൾ എപ്പോഴും വീടിന്റെ പുറകിലത്തെ ഒരു ഡോറ് തുറന്നിട്ടിട്ട് അമ്മയും എൻ്റെ പെങ്ങളും ഞാനും എൻ്റെ അനിയനും ഒക്കെ ഞങ്ങൾ നേരത്തെ പറഞ്ഞ് പ്ലാൻ ചെയ്തേക്കും. പപ്പ വന്ന് പ്രശ്നം ഉണ്ടാക്കി ഓടിപ്പോയാല് ഏത് സ്ഥലത്ത് ഒന്നിച്ചു വരണമെന്ന് നേരത്തെ പറയും. അങ്ങനെ ഞങ്ങള് പലപ്പോഴും വീട്ടിൽ കിടന്നുറങ്ങാനായിട്ട് സാധിച്ചിട്ടില്ല. അങ്ങനെ കുടിച്ച് മതോന്മത്തനായിട്ട് വഴിയിലൊക്കെ കിടക്കുന്ന സാഹചര്യങ്ങളൊക്കെ ഞങ്ങളുടെ പിതാവിന്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നു. എന്നാൽ ഞാൻ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസം കവിയൂർ KNM ഗവൺമെന്റ് HSൽ തുടരുവാൻ എൻ്റെ അമ്മായിയോടും കുഞ്ഞുങ്ങളോടും ഒരുമിച്ച് താമസിച്ചുകൊണ്ട് അങ്ങനെ വിദ്യാഭ്യാസം ചെയ്യാൻ കർത്താവ് അവസരം തന്നു. ആ സമയത്ത് എൻ്റെ അമ്മ വീട് അവര് ചെറുതറയിൽ നിന്നാണ് വീട്ടുപേര്. അവര് എരുവേരിലുള്ളതായ ക്നാനായ പള്ളിയിലാണ് ആരാധനയ്ക്ക് പോയിക്കൊണ്ടിരുന്നത്. എന്നാൽ ആ സമയത്ത് ഞാൻ താമസിച്ച എൻ്റെ അമ്മായിയുടെ വീടിന്റെ അടുത്ത് ഒരു മോഹനൻ എന്ന് പറയുന്ന ഒരു സഹോദരൻ ഹൈന്ദവ വിശ്വാസത്തിൽ നിന്ന് വാസ്തവമായി ജീവിക്കുന്ന ദൈവത്തെ മനസ്സിലാക്കുവാനും തന്റെ വ്യക്തിപരമായ ജീവിതം കർത്താവിന് വേണ്ടി സമർപ്പിക്കുവാനും ഇടയായി തീർന്ന ഒരു വാത്സല്യ സഹോദരന് എന്നോട് തോട്ടഭാഗത്തിനടുത്തുള്ളതായ മനക്കച്ചിറ ഷാരോൺ ചർച്ചിൽ അദ്ദേഹം ആരാധനയ്ക്ക് കടന്നു പോവുകയും എന്നെ അവിടേക്ക് പ്രാർത്ഥനയ്ക്ക് വേണ്ടി ക്ഷണിക്കാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ എൻ്റെ ഹൈസ്കൂൾ വിദ്യാഭ്യാസ സമയത്ത് ഞാൻ തോട്ടഭാഗത്തുള്ളതായ ഷാരോൺ ചർച്ചിൽ കടന്നുപോയി ആരാധനയെ സംബന്ധിക്കുവാനും ഞാൻ 10ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ 1989 ആ സഭയിൽ വെച്ച് എനിക്ക് എൻ്റെ വ്യക്തിപരമായ ജീവിതത്തിൽ യേശുവിനെ
എന്റെ രക്ഷകനും കർത്താവുമായിട്ട് സ്വീകരിക്കാനായിട്ട് കർത്താവ് അവസരം നൽകി. എന്നാൽ ഇതിനിടയ്ക്ക് എൻ്റെ പിതാവിന്റെ മദ്യപാനത്തിന്റെ കൂടുതൽ കൊണ്ട് ഒരു ദിവസം എൻ്റെ മാതാവ് അടുത്തുള്ളതായ ഒരു പാസ്റ്ററുടെ അടുക്കൽ പ്രാർത്ഥനയ്ക്ക് കടന്നുപോയ സമയത്ത് എൻ്റെ പിതാവിന്റെ മദ്യലഹരിയിൽ നയമ്പ് എന്ന് പറഞ്ഞൊരു സാധനം എല്ലാവർക്കും അറിയാമെന്ന് വിചാരിക്കുന്നു. നെല്ല് പുഴുങ്ങുന്ന സമയത്ത് അത് ഇളക്കാൻ ഉപയോഗിക്കുന്ന ആ സാധനം അതെടുത്തിട്ട് എൻ്റെ പെങ്ങളുടെ തലയ്ക്ക് മദ്യലഹരിയിൽ അടിച്ചു. അങ്ങനെ ഈ തിരുനെറ്റി മുതൽ മുകളിൽ വരെ പൊട്ടിക്കീറി 15 സ്റ്റിച്ച് ഇടത്തക്ക നിലയിൽ ഒരു വലിയ മുറിവ് ഉണ്ടാകുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്ത് എൻ്റെ അമ്മ ദൈവസന്നിധിയിൽ പിതാവിന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ഒരു സമയമായിരുന്നു. എന്നാൽ ഇതൊരു മുഖാന്തരമായി തീർന്നു. പെട്ടെന്ന് ശരീരത്തിലെ ബ്ലഡ് എല്ലാം വീണപ്പോൾ എൻ്റെ പിതാവ് കുറെ വെള്ളമെടുത്ത് തലയിലേക്ക് ഒഴിച്ചു. അത് ആ മുറിവിലൂടെ നെറ്റിയിൽ വന്ന് കെട്ടി നിൽക്കാനിടയായി. എൻ്റെ അമ്മ തിരിച്ചു വരുമ്പോൾ അങ്ങനെ ഒരു കാഴ്ചയാണ് കണ്ടത്. അത് തലയ്ക്ക് മുകളിലുള്ള മുറിവായതുകൊണ്ട് അല്പം കേസും കാര്യങ്ങളൊക്കെ പോകാനിടയായി തീർന്നെങ്കിലും എൻ്റെ പിതാവിന്റെ ജീവിതത്തിൽ അതൊരു വഴിത്തിരിവിന് കാരണമായി. താന് മദ്യപാനമൊക്കെ ഉപേക്ഷിച്ച് 1981 യേശുവിനെ രക്ഷിതാവും കർത്താവുമായിട്ട് അംഗീകരിച്ച് ഇന്നിപ്പം ഞങ്ങളുടെ മാതൃസഭയായിരിക്കുന്ന റാന്നി IPC ശാലേം ചർച്ചില് ഞങ്ങൾക്ക് കുടുംബമായി കടന്നുപോയി ദൈവത്തെ ആരാധിപ്പാനായിട്ട് അവസരമുണ്ടായി. എന്നാൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിനകത്ത് യഥാർത്ഥമായ ഒരു മാനസാന്തരം ഉണ്ടാകുന്നത് പലപ്പോഴും ഈ ലോകത്തിന്റെ അധിപതിയായ പിശാചിന് അത് ഇഷ്ടമില്ല എന്നുള്ളത് ബൈബിൾ പഠിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അത് പലപ്പോഴും നമ്മുടെ ജീവിതത്തിന്റെ അനുഭവമാണ്. എന്റെ പിതാവ് 1981 രക്ഷിക്കപ്പെട്ടു. 10 മാസം IPC ശാലേം ചർച്ചില് ദൈവത്തെ ആരാധിപ്പാനായിട്ട് കടന്നുപോയി. എന്നാൽ അങ്ങനെ ഇരിക്കുന്ന സമയത്ത് 10 മാസമായ സമയത്ത് ഞാനും എൻ്റെ പിതാവും കൂടെ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ട ഒരാളുടെ വിവാഹത്തിൽ സംബന്ധിക്കുന്നതിന് വേണ്ടി ചങ്ങനാശ്ശേരി എന്ന് പറയുന്ന ആ സ്ഥലത്തേക്ക് കടന്നുപോയി. അങ്ങനെ കടന്നു ചെന്ന് വിവാഹ ശുശ്രൂഷ നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതായ ചില ആളുകൾ എൻ്റെ പിതാവിനോട് പറഞ്ഞു, ഞാൻ ഓർപ്പിച്ചാൽ എൻ്റെ പിതാവ് ഞങ്ങളുടെ വസ്തുവകളൊക്കെ വിറ്റ് ആ പണം കൊണ്ട് മദ്യം കഴിക്കുന്ന ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അതുകൊണ്ട് വസ്തു വിറ്റ് കിട്ടുന്ന പൈസ കൊണ്ട് ടാക്സി വിളിച്ച് ഓരോ സ്ഥലങ്ങളിൽ പോയി മദ്യപിക്കുമായിരുന്നു. അതുകൊണ്ട് ചങ്ങനാശ്ശേരിയിലുള്ളതായ ഷാപ്പുകളൊക്കെ എൻ്റെ പിതാവിന് പരിചയമായിരുന്നത് കൊണ്ട് ഞങ്ങളുടെ കുടുംബത്തിൽപ്പെട്ടതായ ചില സഹോദരങ്ങൾ ഞങ്ങളുടെ പിതാവിനോട് പറഞ്ഞു മദ്യപിക്കാനായിട്ട് ക്ഷണിച്ചു. എന്നാൽ എൻ്റെ പിതാവ് പറഞ്ഞു ഞാൻ മദ്യപാനൊക്കെ നിർത്തി വരുന്നില്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞു കുഞ്ഞൻ പാപ്പൻ കുടിക്കണ്ട, വന്ന് ഞങ്ങളെ ഷാപ്പ് ഒന്ന് കാണിച്ചു തന്നാവെന്ന് പറഞ്ഞു. അന്നത്തെ അത്രയും ആത്മീയ പക്വതയും പരിജ്ഞാനം ഇല്ലാത്തത് കൊണ്ട് ഞങ്ങളുടെ പിതാവ് എന്നെയും കൂടെ കൂട്ടിക്കൊണ്ട് ആ മദ്യഷാപ്പ് കൊണ്ടുപോയി ഞങ്ങളുടെ ചില പ്രിയപ്പെട്ടവരെ ഒന്ന് കാണിച്ചു കൊടുത്തു. അവരവിടെ ഇറങ്ങി അവർക്ക് ആവശ്യമുള്ള മദ്യം കഴിച്ചു കഴിഞ്ഞ് അവര് ഒരു ഗ്ലാസ് മദ്യം എൻ്റെ പിതാവിന്റെ നേരെ നീട്ടി. ഞങ്ങൾ മോളിൽ നിൽക്കുകയാണ്, അവിടെ കൊണ്ടുവന്ന് നീട്ടി. ഉടനെ എൻ്റെ പിതാവ് പറഞ്ഞു വേണ്ട, ഞാൻ മദ്യപിക്കുന്നില്ല എന്ന് സ്നേഹത്തോടെ പറഞ്ഞു. പക്ഷേ അവരാ കയ്യിലിരുന്ന മദ്യം എൻ്റെ പിതാവിന്റെ ശരീരത്തിലേക്ക് ഒഴിക്കുവാനിടയായി. ശരീരം മുഴുവൻ മദ്യത്തിന്റെ സ്മെല്ല് വന്നപ്പോൾ എൻ്റെ പിതാവിന്റെ എല്ലാ നിലയും വിട്ടുപോയി. അദ്ദേഹം താഴെ ആ ഷാപ്പിലേക്ക് ഇറങ്ങി കണ്ടമാനം മദ്യപിച്ചു. 10 മാസം മദ്യപിക്കാതെ ദൈവത്തെ വിളിച്ച് പ്രാർത്ഥിച്ചിരുന്ന പ്രിയ പിതാവ് പെട്ടെന്ന് അങ്ങനെ ഒരു സാഹചര്യത്തിലേക്ക് കടന്നുപോയി. അങ്ങനെ മദ്യപിച്ചിട്ട് വിവാഹത്തിൽ സംബന്ധിക്കാതെ എന്നെയും കൂട്ടി തിരിച്ചു വീട്ടിലേക്ക് മടങ്ങിപ്പോയി. ആ യാത്ര പിന്നീടുള്ളത് ഭയങ്കര ദുരിതത്തിലേക്കാണ് പോയത്. ഞങ്ങളുടെ വസ്തുവകകളെല്ലാം മദ്യപാന നിമിത്തം നശിച്ചു പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് എത്തിച്ചേരാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഞങ്ങൾക്ക് ഒത്തിരി കഷ്ടങ്ങളും നഷ്ടങ്ങളും ഉണ്ടാകുവാനിടയായി. ഞാൻ ഒരു വാക്ക് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ. ദൈവത്തിന് വനം നമ്മൾ വായിക്കുന്നുണ്ട്, ഒരിക്കൽ പ്രകാശനം ലഭിക്കുകയും ദൈവത്തിന്റെ പരിശുദ്ധാത്മാവിനെ പ്രാപിക്കുകയും സത്യവചനം മനസ്സിലാക്കുകയും ചെയ്താൽ ഒരിക്കലും പിന്നെ ഏതെങ്കിലും സാഹചര്യങ്ങൾ ഉണ്ടായാൽ ഒരിക്കലും അതിൽ നിന്ന് പിന്മാറിപ്പോകാനായിട്ട് ഇടയാകരുത് എന്ന് സ്നേഹത്തോടെ ഓർപ്പിക്കുകയാണ്. കാരണം ഞങ്ങളുടെ പിതാവിന്റെ പിന്മാറ്റം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒത്തിരി തകർച്ചകളിൽ കൊണ്ടുവരാനായിട്ട് ഇടയായി തീർന്നു എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. അങ്ങനെ തുടർന്ന് ഏറിയ വർഷങ്ങൾ പിതാവ് വീണ്ടും ആ പിന്മാറ്റ സാഹചര്യത്തിൽ തന്നെ കടന്നു പോകാനായിട്ട് ഇടയായി. അത് നിമിത്തം താന് മാരകമായ രോഗത്തിന് അടിമയായിട്ട് തീർന്നു. പല ട്രീറ്റ്മെന്റുകളൊക്കെ ചെയ്തെങ്കിലും തന്റെ 50-ാമത്തെ വയസ്സിൽ താൻ ലോകത്തിൽ മാറ്റപ്പെട്ടു. എന്നാൽ ഞങ്ങൾക്കൊരു സന്തോഷമുള്ളത്, താന് തന്റെ അവസാന കാലത്തിലേക്ക് വന്നപ്പോൾ തന്റെ തെറ്റുകളെ കുറിച്ച് വീണ്ടും പശ്ചാത്തപിക്കുവാനും യഥാസ്ഥാനപ്പെടുവാനും മനം തിരിയുവാനും മാനസാന്തരപ്പെടുവാനും
കർത്താവിന്റെ സന്നിധിയിൽ തന്റെ കുറ്റങ്ങളൊക്കെ ഏറ്റുപറയാനും ഉള്ള അവസരങ്ങൾ എനിക്ക് ഉണ്ടായി. അങ്ങനെ താൻ എന്നെ കർത്താവ് ഒരുക്കിയ വിശ്രമ സ്ഥലത്ത് വിശ്രമിക്കുന്നു. കർത്താവ് വീണ്ടും ഞങ്ങൾക്ക് കാണാമെന്നുള്ള പ്രതീക്ഷ തന്നിട്ടുണ്ട്. തുടർന്ന് ഞങ്ങളുടെ മാതാവ് ദൈവത്തിലുള്ളതായ ആശ്രയത്തിലും പ്രാർത്ഥനയിലും തന്നെ ആയിരിക്കാനായിട്ട് ഇടയായി തീർന്നു. ഇന്നത്തേതിൽ ഞങ്ങൾക്ക് കർത്താവിനെ അറിയാൻ, ഞാൻ പറഞ്ഞതുപോലെ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ എനിക്ക് രക്ഷിക്കപ്പെടാനായിട്ട് അവസരമുണ്ടായി. അതിനുശേഷം ഞാൻ +1 കഴിഞ്ഞ് 1990 കർത്താവായ യേശു ക്രിസ്തുവിനെ ജലത്തിൽ സാക്ഷീകരിക്കാനായിട്ടുള്ളതായ അവസരം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. അന്ന് മുതൽ ഇന്ത്യ പെന്തക്കോസ്ത് യുവസഭ റാന്നി ശാലേം സഭയോട് ചേർന്ന് കർത്താവിനെ സത്യത്തിലും ആത്മാവിലും ആരാധിക്കാനുള്ളതായ അവസരം എന്റെ ജീവിതത്തിനകത്ത് ഉണ്ടായി. എന്നാൽ ഞാൻ 10ാം ക്ലാസ് വിദ്യാഭ്യാസം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ മുമ്പ് കൂടിയിരുന്നതായ കനാനായ യാക്കോബായ പള്ളിയുടെ വകയാണ് റാന്നിയിലുള്ളതായ സെന്റ് തോമസ് കോളേജ്. എനിക്ക് അന്നത്തെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാൻ കോളേജിൽ അഡ്മിഷനുള്ള ബന്ധത്തില് പള്ളിമേടയിൽ നിന്ന് ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വാങ്ങാനായിട്ട് അവിടെ ചെല്ലാനിടയായി. ഇത് ഞാൻ സ്നാനപ്പെടുന്നതിന് മുമ്പാണ്. 10ാം ക്ലാസ് പാസ്സായ ആ സമയത്താണ് കവിയൂര് KNM ഗവൺമെന്റ് HSൽ നിന്ന് പഠനം പൂർത്തിയാക്കി വന്ന് ഒരു കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റിന് വേണ്ടി ചെന്നപ്പോൾ അവിടെ ഉണ്ടായിരുന്ന ആള് അന്ന് എന്നോട് പറഞ്ഞു, നിന്റെ പിതാവ് രക്ഷിക്കപ്പെട്ട് സ്നാനപ്പെട്ട് പെന്തക്കോസ്തിൽ നിങ്ങൾ പോയത് കൊണ്ട് നിങ്ങൾ ചെയ്തത് തെറ്റാണ് എന്ന് പള്ളിയിൽ വന്ന് കുമ്പസാരിച്ച് കുർബാന കൊള്ളാമെങ്കിൽ നിനക്ക് കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് തരാമെന്ന് പറയാനിടയായി. ഞാൻ ആരെയും ഇകഴ്ത്താൻ വേണ്ടി പറയുന്നതല്ല. വിശുദ്ധ വേദപുസ്തകത്തിനകത്ത് കർത്താവ് കാണിച്ച മാതൃകയാണ് കർത്താവിന്റെ കൽപ്പനയായ സ്നാനം എന്നുള്ളത് ഞങ്ങൾ മനസ്സിലാക്കിയിട്ടാണ് എന്റെ പിതാവിന്റെ മദ്യപാനത്തിന്റെ അവസ്ഥയിൽ നിന്നൊക്കെ വിടുതൽ പ്രാപിച്ച് ഞങ്ങൾ കുടുംബമായി സന്തോഷം അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തില് അത് തെറ്റാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ വളരെ സ്നേഹത്തോടെ അവരോട് പറഞ്ഞു, എനിക്ക് നിങ്ങളുടെ കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ് വേണ്ട, എനിക്ക് സെന്റ് തോമസ് കോളേജിൽ ഒരു അഡ്മിഷനും വേണ്ട എന്ന് പറഞ്ഞ് ഞാൻ റാന്നിയിലുള്ളതായ പ്രൈവറ്റ് കോളേജിൽ എൻ്റെ പ്രീ ഡിഗ്രി വിദ്യാഭ്യാസം ആരംഭിക്കുവാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ ഫസ്റ്റ് ഇയർ കഴിഞ്ഞപ്പോഴാണ് ഞാൻ സ്നാനപ്പെടുവാനായിട്ട് ഇടയായി തീർന്നത്. എൻ്റെ +2 വിദ്യാഭ്യാസത്തിന് ശേഷം ദൈവകൃപയാല് ഡിഗ്രിക്ക് ചേരുവാനും BCom പഠിക്കാനും ദൈവം എനിക്ക് അവസരം തന്നു. BCom പഠനത്തിന് ശേഷം അടൂരുള്ളതായ അയാട്സ് എന്ന് പറയുന്ന സ്ഥാപനത്തിൽ നിന്ന് എയർലൈൻ മാനേജ്മെന്റ് കോഴ്സ് എനിക്ക് പാസ്സാകാനായിട്ട് കർത്താവ് അവസരം തന്നു. അവിടെ എന്നോടൊപ്പം പഠിച്ച കൂട്ടുകാരുടെ മധ്യത്തില് ഫസ്റ്റ് റാങ്കില് അയാട്സിന്റെ കോഴ്സ് പാസ്സാകാൻ ദൈവം എനിക്ക് അവസരം തന്നു. അന്ന് അവിടുത്തെ അഡ്വക്കേറ്റ് ആയിരുന്ന മധുസൂദൻ നായർ എന്ന് പറയുന്ന ആ സാറ് എനിക്ക് സർട്ടിഫിക്കറ്റ് നൽകുകയും അത് പത്തനംതിട്ട എഡിഷനിലുള്ളതായ പത്രത്തില് ഫോട്ടോ സഹിതം വരാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ ഇതെല്ലാം ചെയ്തത് എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തോട് ചേർന്ന് തന്നെ എൻ്റെ ജ്യേഷ്ഠനും ഞങ്ങളുടെ കുടുംബത്തിലൊക്കെ ഓട്ടോറിക്ഷ ഒരു ഉപജീവന മാർഗമായിട്ട് ഉപയോഗിച്ചിരുന്നത് കൊണ്ട് ആ സമയത്ത് ഞാനും ഒരു ഓട്ടോറിക്ഷ വാങ്ങിയിരുന്നു. അത് ഡ്രൈവർമാരെ വിട്ട് ഓടിപ്പിക്കുകയും അതിനകത്ത് നിന്ന് ലഭിക്കുന്നതായ നന്മകളൊക്കെ ഞങ്ങൾ ഉപയോഗിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഈ ഓട്ടോറിക്ഷ എന്നുള്ളതായ വരുമാനം ലഭിച്ചുകൊണ്ടിരിക്കുമ്പോൾ തന്നെ പെട്ടെന്ന് ആ വണ്ടി കംപ്ലൈന്റ് ആവുകയും എനിക്കൊരു വലിയ ബാധ്യത അതിനകത്ത് ചില വർഷങ്ങൾ കൊണ്ട് അതിനകത്ത് ബാധ്യത ഉണ്ടാകുവാൻ ഇടയായി. ഞാൻ 70,000 രൂപ റാന്നി സ്റ്റേറ്റ് ബാങ്കിൽ നിന്ന് ലോൺ എടുക്കുകയും 35,000 രൂപ തിരിച്ചടയ്ക്കുകയും ചെയ്തെങ്കിലും പിന്നീട് ആ വാഹനം ഉപയോഗിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ 35,000 രൂപ ബാക്കിയുള്ള അടവ്, അത് പലിശയും കൂട്ടുപലിശ എല്ലാം കൂടി 1.25 ലക്ഷം രൂപ കടവും അതിന്റെ 13% കോമ്പൗണ്ട് ഇൻട്രസ്റ്റും കൂടെ ആയിട്ട് ഞങ്ങളുടെ വസ്തു ജപ്തി എന്നൊരു സാഹചര്യം വരെ എത്താനായിട്ട് സാഹചര്യമുണ്ടായി. ആ സമയത്ത് എനിക്ക് എങ്ങനെയെങ്കിലും ജോലി ചെയ്ത് ഈ കടം വീട്ടണം. അപ്പോൾ തന്നെ ഞാൻ പെന്തക്കോസ്ത് വിശ്വാസ ദൈവത്തെ ആരാധിക്കുന്നത് കൊണ്ട് എനിക്ക് വണ്ടി ഓടി കിട്ടുന്ന ആ നന്മയിൽ നിന്ന് അതിന്റെ കൃത്യമായ ദശാംശം, വേദപുസ്തകത്തില് പുതിയ നിയമത്തില് ഓഹരിയാണ് കൊടുക്കേണ്ടതെങ്കിലും ദശാംശം എങ്കിലും കൊടുക്കണമല്ലോ എന്നുള്ള ചിന്ത കൊണ്ട് ഞാൻ കൃത്യമായ ദശാംശം മാറ്റിവെച്ച് ദൈവവേലയ്ക്ക് വേണ്ടി കൊടുക്കുമായിരുന്നു. എന്നാൽ എൻ്റെ ഉള്ളിൽ വലിയ ആഗ്രഹം ഉണ്ടായിരുന്നു, എനിക്ക് നല്ല ജോലി ചെയ്യണം, എൻ്റെ കടമൊക്കെ വീട്ടണം,
എന്നിട്ട് എനിക്ക് ദൈവവേല ഏതെങ്കിലും നിലയിൽ സഹായിക്കാൻ പറ്റുന്ന നിലയിൽ സഹായിക്കണം എന്നുള്ള ചിന്ത എന്റെ മനസ്സിനകത്തുണ്ടായിരുന്നു. ഇത് ഞാൻ ആരുമായിട്ടും പങ്കുവച്ചിരുന്നില്ല. എന്നാൽ ആ സമയത്ത് ഞങ്ങളുടെ സഭയിൽ ശുശ്രൂഷിച്ചുകൊണ്ടിരുന്നത് കോട്ടയത്ത് ഫിലദൽഫിയ ചർച്ചിലും അതുപോലെ എന്റെ മാതൃസഭയിലും പിന്നീട് നിലമ്പൂരും അതിനുശേഷം തിരുവമ്പാടി സെന്ററിന്റെയും പിന്നീട് കോട്ടയം നോർത്ത് സെന്ററിന്റെയും ഒക്കെ ശുശ്രൂഷ ചെയ്ത കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജോർജ് കുടുംബമാണ് ആ സമയത്ത് ഞങ്ങളുടെ സഭയില് ശുശ്രൂഷയിലായിരുന്നത്. ഇന്ന് കർത്താവിന്റെ ദാസൻ കേരളത്തിലെ ശുശ്രൂഷകളൊക്കെ വിട്ട് നോർത്ത് ഇന്ത്യയിൽ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുക. ഞാന് എന്റെ സ്നേഹിതനായ ഇപ്പോൾ കോയമ്പത്തൂരിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന പാസ്റ്റർ സന്തോഷ് പുന്നൂസ് എന്ന ഒരു സഹോദരന് ഞാനും കൂടെ പാസ്റ്റർ സണ്ണി ജോർജിന്റെ അടുക്കൽ കടന്നു ചെന്ന് ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ പ്രിയ കർത്താവിന്റെ ദാസൻ സണ്ണി ജോർജ് പാസ്റ്റർ ഞങ്ങളോട് പറഞ്ഞു, കുമ്പനാടിനടുത്ത് ഞങ്ങളുടെ സഭയിലെ ഒരു സഹോദരൻ ഡോക്ടർ ബ്ലസൻ കുമ്പനാട് താമസിക്കുന്നുണ്ട്, അവിടെ ഒരു പ്രാർത്ഥന നടക്കുന്നുണ്ട്, ആ പ്രാർത്ഥനയിൽ പോയി സംബന്ധിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങളെ ആ പ്രാർത്ഥനയിലേക്ക് വിളിച്ചുകൊണ്ട് പോയി. അവിടെ പോകുന്നതിന് മുമ്പ് കർത്താവിന്റെ ദാസൻ ദൈവാത്മാവിന്റെ പ്രേരണ കൊണ്ട് ഇങ്ങനെ പറഞ്ഞു, കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഉള്ളവരാണ് നിങ്ങൾ രണ്ടുപേരും. എന്റെ സ്നേഹിതൻ സന്തോഷ് പുന്നൂസ് ഞങ്ങളോട് പറഞ്ഞു, നിങ്ങൾ രണ്ടുപേരും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിട്ടുള്ളതാണ്, അതുകൊണ്ട് നിങ്ങൾ പ്രാർത്ഥിച്ച് ഒരു തീരുമാനമെടുത്താൽ നിങ്ങൾക്ക് ഡെറാഡൂണിലുള്ളതായ NTCയിൽ അഡ്മിഷൻ വാങ്ങിത്തരാം എന്ന് പറയാനിടയായി. എന്നാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാന് ചെറിയ ക്ലാസ്സിലൊന്നും സൺഡേ സ്കൂൾ പഠിക്കാൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. 10ാം ക്ലാസ്സിനടുത്താണ് ഞാൻ വിശ്വാസത്തിലേക്ക് വരുന്നത്. എനിക്ക് പാട്ട് പാടാൻ അറിയില്ല, പ്രസംഗിക്കാൻ അറിയില്ല, സൺഡേ സ്കൂളിന്റെയോ PYPയുടെയോ ടാലന്റ് ടെസ്റ്റുകൾക്കൊന്നും ഒരു പബ്ലിക് സ്റ്റേജിൽ ഒരു പാട്ട് പാടുകയോ ഒരു പ്രസംഗം ചെയ്യുകയോ ഞാൻ ചെയ്തിട്ടില്ല. അതുകൊണ്ട് സുവിശേഷ വേല ചെയ്യാൻ എനിക്ക് കഴിയത്തില്ലാത്തത് കൊണ്ട് ഞാൻ പ്രാർത്ഥിക്കുന്നതിനകത്ത് വിമുഖത കാണിച്ചു. എങ്കിലും പാസ്റ്റർ പറഞ്ഞതാണല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വെറുതെ ഒന്ന് പോയി പ്രാർത്ഥിച്ചു. മടങ്ങി വന്ന് പാസ്റ്ററോട് പറഞ്ഞു, ഇല്ല പാസ്റ്റർ എനിക്ക് പറ്റില്ല, ഞാനില്ല എന്ന് പറഞ്ഞ് ഞാന് ഫരീദാബാദിലേക്ക് ജോലിക്ക് പോകാനുള്ളതായ പ്ലാനിങ്ങിൽ ഇരിക്കുകയാണ് ആ സമയത്ത്. കാരണം 1996 ഞാനും എൻ്റെ അനുജൻ പാസ്റ്റർ ഇന്ന് ശുശ്രൂഷയിലായിരുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സുനി ഐക്കാടും ഞങ്ങൾ രണ്ടുപേരും കൂടെ ഷാർജ UAEയിൽ ജോലിക്ക് പോകാൻ വേണ്ടി ആഗ്രഹിച്ച് ഞങ്ങളുടെ ഒരു സഹോദരൻ ഞങ്ങളെ കൊണ്ടുപോകാമെന്ന് പറയുകയും അതിന് കൊടുക്കാൻ പണമില്ലാത്തത് കൊണ്ട് 13.5 സെന്റ് സ്ഥലം ഞങ്ങളുടെ ഒരു സഹോദരന് എഴുതി കൊടുക്കുകയും 1.5 ലക്ഷം രൂപ ഞങ്ങളെ കൊണ്ടുപോകാൻ വേണമെന്ന് പറഞ്ഞ് അതിന് തുല്യമായിട്ട് ആ സ്ഥലം എഴുതി കൊടുത്ത് ഞാനും എൻ്റെ സഹോദരനും കൂടെ 1996 പാസ്പോർട്ട് എടുത്ത്, എന്നാൽ അല്പം ഹിന്ദിയൊക്കെ പഠിക്കാന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ ഫരീദാബാദിന് പോകാനിരിക്കുമ്പോഴാണ് കർത്താവിന്റെ ദാസൻ ഈ കാര്യം എന്നോട് പറയുന്നത്. ഞാൻ അതൊരിക്കലും സ്വീകരിക്കാൻ എനിക്ക് പറ്റത്തില്ലായിരുന്നു. കാരണം എൻ്റെ മുകളിൽ അന്ന് എനിക്കൊരു 22 വയസ്സുള്ളപ്പോൾ തന്നെ 1.25 ലക്ഷം രൂപ കടവും അതിന്റെ ബാധ്യതയും കിടക്കുമ്പോൾ ജോലി ചെയ്ത് കടം വീട്ടണം എന്നുള്ള ആഗ്രഹത്തിൽ ഞാൻ പോകാനിരിക്കുക. ഞാൻ അതിന് തയ്യാറായില്ല. എന്നാൽ ഞങ്ങള് കുമ്പനാടുള്ളതായ വീട്ടില് പ്രാർത്ഥന കഴിഞ്ഞ് സിറ്റ് ഔട്ടിലിരുന്ന് ചായ കുടിക്കുമ്പോൾ അന്ന് അവിടെ ശുശ്രൂഷിച്ചത് ഒരു MM ശാമുവൽ എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസനാണ്. ആ കർത്താവിന്റെ ദാസനെ എല്ലാവർക്കും പരിചയം ഉണ്ടായിരിക്കാം. അദ്ദേഹം ജോലി ചെയ്യുന്ന സ്ഥലത്ത് വെച്ച് ഇലക്ട്രിക് ഷോക്ക് അടിക്കുകയും താന് താഴെ വീണ് തന്റെ ഒരു കാല് മുറിഞ്ഞുപോയി, തന്റെ ഒരു കൈയും സ്വാധീനമില്ല, അങ്ങനെ ഒരു കാലും ഒരു കൈയും സ്വാധീനമില്ലാത്ത ശമുവേൽ പാസ്റ്ററാണ് അവിടെ അന്ന് ശുശ്രൂഷിച്ചത്. കർത്താവിന്റെ ദാസൻ ശുശ്രൂഷ കഴിഞ്ഞ് വെളിയിൽ ഞങ്ങൾ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ എന്റെ മുഖത്തോട് നോക്കി എന്റെ നേരെ വിരൽ ചൂണ്ടിയിട്ട് എന്നോട് ചോദിച്ചു, നീ നിന്റെ കാര്യമെല്ലാം നോക്കിയിട്ട് കർത്താവിന്റെ കാര്യം നോക്കാമെന്ന് വിചാരിച്ചിരിക്കുകയല്ലേ? അതൊരിക്കലും നടക്കത്തില്ല. നീ കർത്താവിന്റെ കാര്യം നോക്ക്, കർത്താവ് നിന്റെ കാര്യം നോക്കുമെന്ന് എടുത്തടിച്ച് എന്നോട് പറയാനിടയായി. ഞാന് അതും സ്വീകരിക്കാതെ തള്ളിക്കളഞ്ഞിട്ട് ഞാൻ അവിടെ വന്ന് ഫരീദാബാദിലേക്ക് ജോലിക്ക് കടന്നുപോയി. ഞാൻ അവിടെ ചെന്ന് ഞാൻ പഠിച്ച എയർലൈൻ മാനേജ്മെന്റ് കോഴ്സിനനുസരിച്ച് അവിടെയുള്ളതായ സഫ്ദർജംഗ് എയർപോർട്ടില് ഒരു ജോലിക്ക് വേണ്ടി ട്രൈ ചെയ്തു. എന്നാൽ എനിക്ക് ഹിന്ദി ഭാഷ വശമില്ല എന്നുള്ള കാരണത്താൽ എനിക്ക് ആ ജോലി
ലഭിച്ചില്ല. അങ്ങനെ ഞാൻ ഹിന്ദി ലാംഗ്വേജ് പഠിക്കാൻ ആഗ്രഹിച്ചിട്ട് അവിടെ ഒരു കമ്പനിയിൽ ജോലിക്ക് കയറി. എന്നാൽ ഈ ജോലിക്ക് കയറുന്നതിന് ഒരു 15 ദിവസം മുമ്പ് ഞാൻ ജോലി ഇല്ലാത്തതിന്റെ ഭാരം കൊണ്ട് എന്റെ അമ്മാച്ചന്റെ മകളും മരുമകനും ജോലിക്ക് പോയപ്പോൾ ഒരു ഡെറി എടുത്ത് വിരിച്ചിട്ട് അവിടെ ഇരുന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവേ ഒരു ജോലി എനിക്ക് തരണമെന്ന് പറഞ്ഞ് പ്രാർത്ഥിപ്പാനിടയായി. എനിക്ക് പലപ്പോഴും ധൈര്യം തരുന്നത് ദൈവത്തിന്റെ വചനമാണ്. അനേക പ്രവാചകന്മാര് ഇന്നും ശക്തമായി ഉപയോഗിക്കപ്പെടുന്ന ദൈവാസന്മാര് പറയുന്ന ആലോചനകളൊക്കെ സത്യമാണ്. എങ്കിലും ഞാൻ ദൈവത്തിന്റെ വചനം എടുത്ത് തുറന്ന മനസ്സോടെ വായിച്ചപ്പോൾ യെഹെസ്കേൽ പ്രവചനത്തിനകത്ത് നിന്ന് 40-ാം അധ്യായത്തിൽ ഒരു വാക്യം എനിക്ക് കിട്ടി. അതിങ്ങനെയാണ്: നീ കാണാൻ പോകുന്നതൊക്കെ ശ്രദ്ധ വെച്ച് നോക്കിക്കൊള്ളുക, ഇത് നിന്നെ കാണിക്കാനാണ് ഞാനിവിടെ കൊണ്ടുവന്നതെന്ന് യെഹെസ്കേലിനോട് പറഞ്ഞൊരു വാചകം എനിക്ക് സ്ട്രൈക്ക് ചെയ്തു. ഞാൻ പെട്ടെന്ന് വേദപുസ്തകം മടക്കി വെച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, ഒരിക്കലും ഞാന് ഫരീദാബാദോ ഡൽഹിയോ കാണാൻ വന്നതല്ല, ഞാനിവിടെ ജോലി ചെയ്യാൻ വന്നതാണ്. എനിക്ക് ഒരു ജോലി വേണമെന്ന് ദൈവത്തോട് കടുംപിടുത്തം പിടിച്ച് പ്രാർത്ഥിച്ചു. ബൈബിൾ മടക്കി വെച്ചു. പക്ഷെ ഒരാഴ്ച കഴിഞ്ഞപ്പോൾ എനിക്ക് ഒരു ജോലി ലഭിച്ചു. അത് ഡൽഹി ആഗ്ര റോഡില് ഒരു UT ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി എനിക്കൊരു ജോലി ലഭിച്ചു. പക്ഷെ ഞാൻ ആ സ്ഥാപനത്തിൽ കയറി 30-ാമത്തെ ദിവസം ആ കമ്പനിയിലെ സ്ട്രൈക്കായി. അതിന് 18 വർഷമായിട്ട് റൺ ചെയ്തുകൊണ്ടിരുന്ന ആ കമ്പനിയിൽ അതുവരെ ഒരു സ്ട്രൈക്ക് ഉണ്ടായിട്ടില്ല. ഞാൻ കയറി 30-ാമത്തെ ദിവസം അവിടെ സ്ട്രൈക്കായി. 31-ാം തീയതി ഞാൻ ജോലിക്ക് വന്നപ്പോൾ എന്നോട് പറഞ്ഞു, സ്ട്രൈക്കാണ്, ഇന്ന് 31-ാം തീയതി ആയതുകൊണ്ട് ഇന്നൂടെ കയറിക്കോ, 1-ാം തീയതി മുതൽ ജോലിക്ക് വരണ്ടെന്ന് പറഞ്ഞ് 31-ാം തീയതി എന്റെ ശമ്പളമൊക്കെ തന്ന് എന്നെ പറഞ്ഞയച്ചു. ഞാൻ ആ സ്ഥാപനത്തിൽ നിന്ന് മടങ്ങിപ്പോയി. 2-ാം തീയതി ഞാൻ അവിടെയുള്ള വേറൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. എന്നാൽ ഞാൻ അവിടെ ജോലിക്ക് കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഞാൻ അവിടെ നിന്ന് ഇറങ്ങിയതിന്റെ പിറ്റേ ദിവസം തന്നെ ആ കമ്പനിയിലെ സ്ട്രൈക്ക് തീർന്നു. അവിടുത്തെ ജോലി വീണ്ടും സുഗമമായി ആരംഭിച്ചു എന്ന് മനസ്സിലായി. ഭാവി ഇരുന്നിടം പാതാളം എന്ന് പറയുന്നത് പോലെ ദൈവത്തിന്റെ ലക്ഷ്യത്തിൽ നിന്ന് വ്യതിചലിച്ച് ചേർന്ന ഞാൻ കയറിയ സ്ഥാപനം ഞാൻ നിമിത്തം 2 ദിവസം സ്ട്രൈക്കായി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു. എന്നാൽ ഞാൻ അവിടെ നിന്ന് ഇറങ്ങി മറ്റൊരു സ്ഥാപനത്തിൽ ജോലിക്ക് കയറി. അവിടെ ഞാൻ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരു ദിവസം ശനിയാഴ്ച വൈകിട്ട് എന്നോട് എൻ്റെ ഹെഡായിട്ടിരിക്കുന്ന ആളെന്നോട് പറഞ്ഞു, നാളെ ജോലിക്ക് വരണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ വിശ്വാസാനുഭവത്തിലേക്ക് വന്നതുകൊണ്ട് അവിടെ സെക്ടർ 1-ലുള്ളതായ ഒരു ഷാരോൺ ചർച്ചിൽ ആരാധനയ്ക്ക് പോകുന്നുണ്ടായിരുന്നു. എന്നാൽ എൻ്റെ ഹെഡായിട്ടുള്ള ആൾ എന്നോട് ഞായറാഴ്ച ജോലിക്ക് വരണമെന്ന് പറഞ്ഞപ്പോൾ പെട്ടെന്ന് എൻ്റെ മനസ്സിനകത്ത് ആകെ ഒരു ആശങ്കയുണ്ടായി. ഞാൻ പറഞ്ഞു, ഞാൻ ഒരു ക്രിസ്ത്യാനിയാണ്, എനിക്ക് പ്രാർത്ഥനയ്ക്ക് പോകണമെന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം എന്നോട് ചോദിച്ചു, നിങ്ങളൊരു മദ്രാസിയല്ലേ, അതുകൊണ്ട് 30 ദിവസവും ജോലി ചെയ്ത് 30 ദിവസവും വാടക കൊടുത്ത് താമസിക്കുന്ന വീട്ടിൽ 30 ദിവസവും നിങ്ങൾ ജോലി ചെയ്യണമെന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു, ഞാൻ വരില്ല എന്ന് പറഞ്ഞു. അവിടെ എന്നോട് പറഞ്ഞു, ഞായറാഴ്ച ജോലിക്ക് വന്നില്ല എന്നുണ്ടെങ്കിൽ തിങ്കളാഴ്ച ഇങ്ങോട്ട് നീ ജോലിക്ക് വരികയെ വേണ്ടെന്ന് പറഞ്ഞു. എനിക്ക് അറിയാവുന്ന ഹിന്ദിയിൽ ഞാൻ അദ്ദേഹത്തോട്, 1 മാസം കൊണ്ട് ഞാൻ ഹിന്ദി അത്യാവശ്യം പഠിച്ചു, ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, നിങ്ങളുടെ ഒരു കമ്പനി മാത്രം കണ്ടുകൊണ്ടല്ല ഞാൻ ഇവിടെ ജോലിക്ക് വന്നത് എന്ന് പറഞ്ഞ് ഞാൻ മടങ്ങിപ്പോയി. ഞായറാഴ്ച ഞാൻ ദൈവത്തിൽ ആശ്രയിച്ച് പ്രാർത്ഥിച്ച് ആരാധനയ്ക്ക് കടന്നുപോയി. ഒരു വാക്ക് എന്നെ കേൾക്കുന്ന ശ്രോതാക്കളോട് പറയട്ടെ, നിർബന്ധമായിട്ട് ഞായറാഴ്ച ജോലി ചെയ്യാനായിട്ട് വിധിക്കപ്പെടുന്ന ചില സാഹചര്യങ്ങൾ ഉണ്ടെന്നുള്ള സത്യമാണെങ്കിലും 6 ദിവസം അധ്വാനിക്കുക, 7-ാം ദിവസം ദൈവത്തിന്റെ സന്നിധിയിൽ സ്വസ്ഥമായിരുന്നു പ്രാർത്ഥിക്കുക എന്നുള്ള ദൈവത്തിന്റെ കൽപ്പന ഇച്ചിരി ബുദ്ധിമുട്ടോടെ ആണെങ്കിൽ പോലും ചില സാഹചര്യങ്ങളിൽ നമ്മളൊന്ന് സഹിക്കാൻ തയ്യാറായാൽ അത് ദൈവം അനുഗ്രഹമാക്കി തീർക്കുമെന്ന് എനിക്ക് മനസ്സിലായി. അതുകൊണ്ട് ഏതെങ്കിലും വിധത്തിൽ ഞായറാഴ്ചത്തെ ജോലി ഒഴിവാക്കി ആരാധനയിൽ സംബന്ധിക്കുന്നതാണ് ഏറ്റവും നല്ലത് എന്ന് എന്റെ ശ്രോതാക്കളോട് ഞാൻ വിനയത്തോടെ ഒന്ന് ഓർമ്മപ്പെടുത്തുകയും കൂടെ ചെയ്യുകയാണ്. അത് നിങ്ങൾക്ക് അനുഗ്രഹമായിരിക്കും. അങ്ങനെ എന്റെ സീനിയർ എന്നോട് ചെല്ലാൻ പറഞ്ഞെങ്കിലും ഞാൻ പോകാതെ ആരാധനയ്ക്ക് കടന്നുപോയി. തിങ്കളാഴ്ച ചെന്നപ്പോൾ എന്നോട് പിന്നീട് ഒരിക്കൽ പോലും അവിടെ ഞായറാഴ്ച ജോലിക്ക് ചെല്ലാനായിട്ട് ആവശ്യപ്പെടാതെ ഞാൻ അവിടെ നിന്ന് റിസൈൻ ചെയ്യുന്നത് വരെ എനിക്ക് അവിടെ ജോലി ചെയ്യാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ദൈവത്തിന്റെ ആത്മാവ് എന്നോട് സംസാരിച്ചതുപോലെ, നീ ഇതെല്ലാം കാണാൻ പോകുന്നത് നോക്കി കണ്ടുകൊള്ളുക, അതിനാണ് നിന്നെ ഇവിടെ കൊണ്ടുവന്നത് എന്നുള്ളതായ ആ വചനം എന്റെ മനസ്സിനകത്ത് ഇങ്ങനെ സ്ട്രൈക്ക് ചെയ്തു. എന്നാൽ ഞാൻ പിന്നീട് ഫരീദാബാദിൽ നിന്ന് ബാംഗ്ലൂരിലേക്ക് ജോലിക്ക് വേണ്ടി മാറി. അവിടെ ചെന്ന് ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ അവിടെ എൻ്റെ സഹോദരന്മാരും മറ്റു ചില സ്നേഹിതന്മാരും ഒക്കെ ഒന്നിച്ച് ഞങ്ങൾ ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് ചിക്കൻ ബോക്സ് പിടിപെടുവാനിടയായി. എല്ലാവരും ജോലിക്ക് പോയ സമയത്ത് ഞാൻ ചിക്കൻ ബോക്സ് ബാധിതനായി റൂമിൽ കിടക്കുമ്പോൾ വീണ്ടും ബൈബിൾ എടുത്ത് ദൈവസന്നിധിയിൽ വായിപ്പാനിടയായി.
വീണ്ടും 1 വർഷത്തിന് ശേഷം അതേ ദൈവവചന ഭാഗം തന്നെ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് ഇടപെടുവാനായിട്ട് ഇടയായി തീർന്നു. നീ ഇതെല്ലാം നോക്കി കണ്ടോ, ഇത് കാണിക്കാൻ അവിടെ കൊണ്ടുവന്നതെന്ന്. സത്യം പറഞ്ഞാൽ ഞങ്ങളുടെ അമ്മാച്ചന്മാര് ബാംഗ്ലൂരിലുള്ളത് കൊണ്ട് ഞങ്ങൾ ബാംഗ്ലൂരിലേക്ക് പോയതിന്റെ പിന്നിലെ ആഗ്രഹം എന്ന് പറയുന്നത്, ഞങ്ങള് വീട്ടിലുള്ള റാന്നിലുള്ള വീടൊക്കെ വിറ്റ് ബാംഗ്ലൂർ സെറ്റിൽ ആകണമെന്നുള്ള ആഗ്രഹത്തോടെ കടന്നു പോയതാ. എന്നാൽ ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് ആ നിലയിൽ വീണ്ടും സംസാരിച്ചു. ചില നാളുകൾക്ക് ശേഷം ഞാൻ റാന്നിയില് വെക്കേഷന് വേണ്ടി റാന്നിയിൽ വന്ന സമയത്ത് രാജു മേത്ര പാസ്റ്ററുടെ വർഗീസ് എബ്രഹാം എന്ന അനുഗ്രഹീത കർത്തൃദാസന്റെ സഭയില് ഒരു ഉപവാസ പ്രാർത്ഥന നടക്കുക. ഞാൻ വെറുതെ ആ ഉപവാസ പ്രാർത്ഥനയിൽ ഒന്ന് സംബന്ധിച്ച് മടങ്ങിപ്പോകാമെന്ന് വിചാരിച്ച് ആ മീറ്റിങ്ങിൽ സംബന്ധിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ അളിയന്റെ അനിയൻ അവിടെ വന്നിട്ട് എന്നോട് പറഞ്ഞു, പെട്ടെന്ന് വീട്ടിലോട്ടൊന്ന് ചെല്ലണം, എൻ്റെ ജ്യേഷ്ഠ സഹോദരന് മദ്യപിച്ചിട്ട് അല്പം പ്രയാസം ഉണ്ടാക്കുന്നു എന്ന് പറയാനിടയായി. ഞാൻ ആ പ്രാർത്ഥനാ മധ്യത്തിൽ നിന്ന് പെട്ടെന്ന് വീട്ടിലേക്ക് കടന്നു ചെന്നു. വീട്ടിൽ കടന്നു ചെന്നപ്പോൾ എൻ്റെ ജ്യേഷ്ഠൻ മദ്യപിച്ചിട്ട് അല്പം പ്രയാസങ്ങളൊക്കെ ഉണ്ടാക്കി. ഞാൻ പിറ്റേ ദിവസം തീരുമാനിച്ചു, ഒരു 7 ദിവസം അവധിക്ക് വന്ന 10 ദിവസത്തിൽ 7 ദിവസം എൻ്റെ ജ്യേഷ്ഠന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാമെന്നുള്ളതായ ആഗ്രഹത്തോടെ ഇട്ടിപ്പാറ ടൗൺ ചർച്ചില് ഞാൻ ഉപവാസത്തോടെ പ്രാർത്ഥനയിലായിരുന്നു. എൻ്റെ ജ്യേഷ്ഠന്റെ മാനസാന്തരത്തിന് വേണ്ടി പ്രാർത്ഥിക്കാനിരുന്ന എന്നോട് 9 ദൈവദാസന്മാർ എൻ്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, താങ്കൾ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കർത്താവ് കണ്ടിരിക്കുന്നതാണ് എന്ന് പറയാനിടയായി. അതിൽ 8 ദൈവദാസന്മാർ എന്നോട് പറഞ്ഞിട്ടും ഞാൻ അത് അംഗീകരിക്കാനായിട്ട് തയ്യാറായില്ല. ഒടുവിൽ തിരുവനന്തപുരം ഭാഗത്തു നിന്നാണെന്ന് തോന്നുന്നു, അവിടെ ശുശ്രൂഷിച്ച ഒരു ബാങ്ക് മാനേജർ എന്റെ തലയിൽ കൈവച്ചിട്ട് എന്നോട് പറഞ്ഞു, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി കണ്ടിട്ടുള്ളതാണ്. അടുത്ത അദ്ദേഹം ഇങ്ങനെ ഒരു വാക്ക് കൂട്ടിച്ചേർത്തിട്ട് പറഞ്ഞു, 3 പ്രാവശ്യം മരണത്തിൽ നിന്ന് ഞാൻ നിന്നെ വിടുവിച്ചത് എനിക്ക് നിന്നെ ആവശ്യമുള്ളതുകൊണ്ടാണെന്ന് പറയാനിടയായി. ഞാൻ പെട്ടെന്ന് എന്താണ് എന്ന് ഒന്ന് ചിന്തിച്ചു നോക്കിയപ്പോഴാണ് എനിക്ക് മനസ്സിലായത്, ഞാൻ ഫരീദാബാദിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്ന ആ സമയത്ത് 3 പ്രാവശ്യം ഞാൻ മരണം വഴിയായി ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടതാണ്. ഞാൻ എൻ്റെ 2ാമത്തെ സ്ഥാപനത്തിൽ ജോലിക്ക് വേണ്ടി കടന്നു പോകുമ്പോൾ പെട്ടെന്ന് ഞാൻ ഉപയോഗിച്ചിരുന്ന സൈക്കിള് ഒരു ആക്സിഡന്റ് ഉണ്ടായി. എൻ്റെ 2 സൈഡിൽ കൂടെ മധുര റോഡിൽ കൂടെ പോയ വാഹനങ്ങൾ കടന്നു പോവുകയും എൻ്റെ പേഴ്സിന്റെയും പേനയുടെ ഒക്കെ മുകളിൽ കൂടെ വാഹനങ്ങൾ കയറി ഇറങ്ങിപ്പോയി. അന്ന് ഞാൻ മനസ്സിലാക്കി, അന്ന് ഞാൻ മരിക്കേണ്ടതായിരുന്നു. 2ാമത് ഫരീദാബാദ് റെയിൽവേ സ്റ്റേഷനിൽ ഞാൻ രാത്രി ജോലി കഴിഞ്ഞ് പാട്ടൊക്കെ ക്രോസ് ചെയ്യുമ്പോൾ അവിടെ അനൗൺസ്മെന്റ് ചെയ്തു, രാജധാനി എക്സ്പ്രസ് വരുന്നത് കൊണ്ട് ആരും ഈ സമയത്ത് ക്രോസ് ചെയ്യരുതെന്ന് പറഞ്ഞു. എനിക്ക് പെട്ടെന്ന് അത് മനസ്സിലായില്ല. ഞാന് ആ പാട്ടൊക്കെ ക്രോസ് ചെയ്യുകയും ഞാൻ ഏത് റെയിൽവേ ലൈനിലൂടെയാണോ എൻ്റെ സൈക്കിളുമായിട്ട് അപ്പുറത്തേക്ക് കടന്നത്, ആ ലൈനിൽ കൂടെ തന്നെ രാജധാനി എക്സ്പ്രസ് ഒരു നൊടിയിടകൊണ്ട് കടന്നു പോകാനിടയായി. എൻ്റെ കൂടെ വന്ന ബീഹാറിയായ ബായ്നാഥ് എന്ന് പറയുന്ന സഹോദരൻ വിചാരിച്ചു ഞാന് ചിതറി തെറിച്ചു പോയി കാണുമെന്ന് വിചാരിച്ചു. അദ്ദേഹം ഓടി വന്നു. എന്നെ അദ്ദേഹം ഒത്തിരി ഹിന്ദിയിൽ ചീത്തയൊക്കെ വിളിച്ചു. എന്നാൽ ഞാൻ അവിടെ മരണപ്പെടാതെ ദൈവം എന്നെ വിടുവിച്ചു. 3ാമത് ഞാന് ഡൽഹിയിലുള്ളതായ ഓൾ ഇന്ത്യ മെഡിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടിന്റെ മുമ്പിൽ നിന്നുള്ളതായ റോഡിലെ സിഗ്നല് ഓപ്പൺ ആയി 3-4 നിര വാഹനം വരുമ്പോൾ ഞാൻ അത്യാവശ്യമായി ആ റോഡ് ക്രോസ് ചെയ്യുന്ന സമയത്ത് അവിടെയുള്ള വാഹനത്തിന്റെ മുമ്പിൽ പെട്ടുപോയി. എന്നെ വണ്ടി ഇടിച്ച് ഞാൻ ആ റോഡിൽ മരിക്കാൻ തുടങ്ങുന്ന സാഹചര്യത്തിൽ പെട്ടെന്ന് ദൈവത്തിന്റെ ആത്മാവ് എൻ്റെ ഉള്ളിൽ ഒരു പ്രേരണ നൽകി. ബസ് വരുന്ന ലൈനില് കൈ ഉയർത്തി പിടിച്ചുകൊണ്ട് നേരെ മുമ്പിൽ ഓടി, അല്ലെങ്കിൽ അപ്പുറത്തെ ലൈനിലെ വണ്ടി എന്നെ ഇടിക്കും എന്നുള്ളത് മനസ്സിലായി. ഇങ്ങനെ 3 പ്രാവശ്യം ഞാൻ മരണത്തെ മുഖാമുഖമായി കണ്ട സമയമുണ്ട്. എന്നാൽ ഈ ദൈവദാസന് ദൈവം അത് വെളിപ്പെടുത്തി കൊടുത്തിട്ട് പറഞ്ഞു, 3 പ്രാവശ്യം ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു പോകേണ്ടിരുന്ന സ്ഥാനത്ത് എനിക്ക് നിന്നെ ആവശ്യമുള്ളത് കൊണ്ടാണ് നീ ഇന്ന് ജീവിച്ചിരിക്കുന്നെന്ന് പറയാനിടയായി. എന്നെ കേൾക്കുന്ന പ്രിയമുള്ളവരെ, നമ്മുടെയൊക്കെ ജീവിതത്തിനകത്ത് അവിചാരിതം എന്നവണ്ണം സംഭവിക്കുന്ന പല കാര്യങ്ങളുണ്ടെങ്കിലും അതിന്റെ എല്ലാം പിന്നിൽ നമ്മെ സഹായിക്കുന്ന ഒരു ദൈവത്തിന്റെ കരം നമ്മുടെ പിന്നിൽ ഉണ്ടെന്നുള്ളത് ചിലപ്പോൾ ആ സമയത്ത് നമുക്ക് അറിയാൻ കഴിഞ്ഞില്ലെങ്കിലും പിന്നത്തേതിൽ അത് വെളിപ്പെടുത്തുന്ന ഒരു ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. അങ്ങനെ ഞാൻ ഈ ഉപവാസ പ്രാർത്ഥന കഴിഞ്ഞ് ബാംഗ്ലൂരിൽ തിരിച്ചു ചെന്ന് ഞങ്ങൾ ചെയ്തുകൊണ്ടിരുന്ന ജോലിയിൽ നിന്നും ഞാനും എൻ്റെ സഹോദരനും തിരിച്ച് നാട്ടിൽ വരികയും 99 ഞാൻ മടങ്ങി വന്ന് 2000 മുതൽ കുമ്പനാടുള്ള ഇന്ത്യ ബൈബിൾ കോളേജിൽ ദൈവവചന പഠനത്തിനായി കടന്നു പോകാൻ കർത്താവ് അവസരം തന്നു.
എന്നാൽ എന്നെക്കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതിക്കെതിരായിട്ട് ശത്രുവിന്റെ പ്രവർത്തനങ്ങൾ ഉണ്ടായിരുന്നു എന്നുള്ളത് എനിക്ക് ആ സമയത്ത് വ്യക്തമായി മനസ്സിലാക്കാണ്ട് സാധിച്ചു. ഞാൻ പറഞ്ഞല്ലോ, 3 പ്രാവശ്യം മരിക്കേണ്ട സാഹചര്യത്തിൽ ദൈവം എന്നെ വിടുവിച്ചത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ആവശ്യമുള്ളതുകൊണ്ടായിരുന്നു എന്ന് മനസ്സിലാക്കി ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സമർപ്പിച്ചു. റാന്നി ശാലേം സഭയിൽ നിന്ന് എനിക്ക് ബൈബിൾ കോളേജിൽ പോകുന്നതിന് മുമ്പ് 3 ദിവസം ഞങ്ങളുടെ വീട്ടിൽ ഉപവാസ പ്രാർത്ഥന നടത്തി. എന്നാൽ ആ പ്രാർത്ഥന തീർന്നതിന്റെ അന്ന്, പ്രാർത്ഥനയ്ക്ക് അവസാനം, ഞാൻ ഇപ്പോൾ വിവാഹം കഴിച്ചിരിക്കുന്ന എന്റെ വൈഫ് ഷൈനിയെ അവരുടെ വീട്ടിലൊന്ന് ചെന്ന് കാണാൻ വേണ്ടി കടന്നുപോയി. തിരികെ വീട്ടിൽ വന്നു കഴിഞ്ഞപ്പോൾ മദ്യപാനിയായ എന്റെ ജ്യേഷ്ഠ സഹോദരന് പെട്ടെന്ന് അന്ന് രാത്രിയിൽ കുറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി. എന്നെ വെട്ടാൻ വേണ്ടി അദ്ദേഹം വാഹനത്തിൽ കയ്യിലെടുത്തു. അദ്ദേഹം അവിടെ നിന്ന് വാഹനമെടുത്ത് ഭാര്യയും വിളിച്ച് വീട്ടിൽ നിന്ന് ഇറങ്ങിപ്പോയി. എനിക്ക് അടുത്ത തിങ്കളാഴ്ച കുമ്പനാട് ബൈബിൾ കോളേജിൽ ജോയിൻ ചെയ്യേണ്ടതാണ്. പക്ഷേ ചേട്ടൻ വീട് വിട്ട് ഇറങ്ങിപ്പോയത് കൊണ്ട് അനിയന് ചെറിയൊരു ജോലി മാത്രമേ ഉള്ളൂ. അതുകൊണ്ടൊരു നന്മ വീട്ടിലേക്ക് എത്തത്തില്ല. ഈ സാഹചര്യത്തില് ഞാൻ എന്ത് ചെയ്യണമെന്ന് ഓർത്ത് ഭാരപ്പെട്ടു. ഞാൻ വെള്ളിയാഴ്ച ഷൈനിയെ കാണാനായിട്ട് അവരുടെ വീട്ടിൽ പോയി. ശനിയാഴ്ച അവരുടെ വീട്ടിൽ നിന്ന് ഞങ്ങളുടെ വീട്ടിലേക്ക് വന്നു. വരുന്ന സമയത്ത് പെട്ടെന്ന് തലേദിവസം പറഞ്ഞ കാര്യം എനിക്ക് മാറ്റി പറയേണ്ടതായിട്ട് വന്നു. ഞാൻ ബൈബിൾ കോളേജിൽ പോകാനായിട്ട് കഴിയാത്തൊരു സാഹചര്യം സംജാതമായിരിക്കുന്നു എന്ന് അവരോട് പറയാനിടയായി. അടുത്ത ഞായറാഴ്ച റാന്നി ശാലേം സഭയില് ഞാൻ വളരെ ആഗ്രഹിച്ചതാണ്. അവിടെ ചെന്നിട്ട് നാളെ ഞാൻ ബൈബിൾ കോളേജിലേക്ക് പോവുകയാണ്, എല്ലാവരും എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞ് സാക്ഷ്യം പറയേണ്ട സ്ഥാനത്ത് ഞാൻ എഴുന്നേറ്റിട്ട് ചർച്ചിൽ പറഞ്ഞു, ഇങ്ങനെ വീട്ടിൽ അല്പം പ്രയാസങ്ങൾ ഉണ്ടായതുകൊണ്ട് എനിക്ക് ബൈബിൾ കോളേജിൽ പോകാനായിട്ട് സാധിക്കാത്തൊരു സാഹചര്യമാണെന്ന് പറഞ്ഞ് കരഞ്ഞ് കണ്ണുനീരോടെ ഞാൻ സാക്ഷ്യം പറയാനിടയായി. തിങ്കളാഴ്ച രാവിലെ ഞാനൊരു ബസ് കയറി കുമ്പനാട് ബൈബിൾ കോളേജ് ചെന്നിട്ട് അന്ന് അവിടുത്തെ ഡീനായിരുന്ന KJ ജെയിംസ് സാറിനോട് എന്റെ സാഹചര്യങ്ങളെല്ലാം പറഞ്ഞു. സാറ് പറഞ്ഞു, ഞങ്ങൾക്കൊന്നും പെട്ടെന്ന് ചെയ്യാൻ പറ്റില്ല, ഒരാഴ്ചക്കുള്ളിൽ വന്നാൽ അഡ്മിഷൻ തരാം എന്ന് പറയാനിടയായി. ഞാന് വളരെ പ്രയാസത്തോടെ മടങ്ങി വന്നു. പ്രാർത്ഥനയോടെ ദൈവസ്ഥയിലായിരുന്നു. അടുത്ത 2 ദിവസങ്ങൾക്ക് ശേഷം ബുധനാഴ്ച, വെള്ളിയാഴ്ച വീട്ടിൽ നിന്ന് പോയ ജ്യേഷ്ഠന് ബുധനാഴ്ച താന് തിരിച്ചു വീട്ടിലേക്ക് കയറി വന്നു. ഞാന് പെട്ടെന്ന് എന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ഒരു പ്രേരണ തന്നതുകൊണ്ട് ഞങ്ങൾക്ക് ബാംഗ്ലൂരിൽ നിന്ന് കൊണ്ടുവന്ന ഒരു ചെറിയ സ്കൂട്ടർ ഉണ്ടായിരുന്നു. ആ സ്കൂട്ടർ എടുത്ത് 5 രൂപ കൊടുത്ത് ഒരു നോട്ട്ബുക്ക് വാങ്ങി, ഒരു പേനയും പോക്കറ്റിൽ കുത്തി, ഒരു ബൈബിളും എടുത്ത് ഞാന് കുമ്പനാട് ബൈബിൾ കോളേജിലേക്ക് ആരോടും പറയാതെ യാത്രയായി. പക്ഷേ ഞാൻ കുമ്പനാടേക്ക് യാത്ര ചെയ്യുമ്പോൾ 22 കിലോമീറ്റർ മാത്രം ദൂരമുള്ള എന്റെ വീടും കുമ്പനാട് ബൈബിൾ കോളേജിന്റെ മധ്യത്തില് 3 പ്രാവശ്യം ഞാൻ ഓടിച്ച വണ്ടി അത് ബ്രേക്ക് ഡൗൺ ആയി നിൽക്കാനിടയായി. ഈ സമയത്ത് എന്റെ ഉള്ളിൽ പിശാച് പറഞ്ഞു, നിന്നെ കർത്താവിന്റെ വേലയ്ക്ക് കൊള്ളത്തില്ല, നീ മടങ്ങിപ്പോകാൻ പറഞ്ഞു. വാഴക്കുന്നം എന്ന് പറയുന്ന സ്ഥലത്ത് വെച്ച് വണ്ടി നിന്നു. വീണ്ടും വണ്ടി സ്റ്റാർട്ട് ചെയ്ത് കോഴഞ്ചേരിക്ക് അടുത്തെത്തിയപ്പോൾ വീണ്ടും വണ്ടി നിന്നു. കുമ്പനാട് സ്റ്റേറ്റ് ബാങ്കിന്റെ മുമ്പിൽ എത്തിയപ്പോൾ വണ്ടി വീണ്ടും 3ാമത് നിന്നപ്പോൾ എന്റെ ഉള്ളിൽ ശക്തമായിട്ട് പിശാച് പറഞ്ഞു, നീ ബൈബിൾ കോളേജിൽ കയറണ്ട, നീ തിരിച്ചു പോകാൻ പറഞ്ഞു. പക്ഷേ ഞാനൊരു ദൈവ നിയോഗത്താല് ആ ബൈബിൾ കോളേജിൽ ചെന്ന് കയറാനിടയായി തീർന്നു. ദൈവകൃപയാല് 3 വർഷം പഠനം പൂർത്തീകരിച്ച് പുറത്തിറങ്ങാനായിട്ട് കർത്താവ് എന്നെ സഹായിച്ചു. ഞാൻ പറയട്ടെ പ്രിയമുള്ളവരെ, നമ്മെക്കുറിച്ച് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടെങ്കിൽ ഓർത്തോണം, അതിനെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ഈ ലോകത്തിന്റെ ഒരു ശക്തിയുണ്ട്. ആ പൈശാചിക ശക്തി നമ്മെ കീഴ്പ്പെടുത്താൻ പരമാവധി ശ്രമിക്കും. എന്നാൽ അതിനെ പ്രാർത്ഥനയോടെ അതിജീവിച്ചാൽ ആമീൻ കർത്താവിന്റെ ഹിതം നമ്മിൽ നിവർത്തിക്കപ്പെടാനായിട്ട് ഇടയായി തീരുമെന്ന് എനിക്ക് മനസ്സിലായി. ബൈബിൾ കോളേജിലും ഒത്തിരി പ്രയാസങ്ങളൊക്കെ കടന്നു വന്നെങ്കിലും ആമീൻ അത് പൂർത്തീകരിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. എന്റെ 1ാം വർഷ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ ഞാന് വിവാഹം കഴിപ്പാനിടയായി. വിവാഹം കഴിച്ച് ഞങ്ങള് കുടുംബമായി ആയിരിക്കുകയും ദൈവത്തിന്റെ വചനം പഠിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികളൊക്കെ എന്റെ ജീവിതത്തിനകത്ത് ആ സമയത്ത് കടന്നു വന്നു. എന്റെ വിവാഹം കഴിഞ്ഞുള്ള അടുത്ത വെക്കേഷൻ സമയത്ത് എന്റെ കൈവശം റാന്നി വരെ പോകാനുള്ള 2.5 രൂപ വണ്ടിക്കൂലിക്ക് പൈസ ഇല്ലാതെ ഞാൻ ആരോടും പറയാതെ റാന്നിയിലേക്ക് നടക്കാനിടയായി. കാരണം ഞാൻ ബൈബിൾ കോളേജിൽ പോകാൻ തുടങ്ങിയപ്പോൾ ഒരു തീരുമാനം എടുത്തായിരുന്നു, ഞാൻ സുവിശേഷ വേലയ്ക്ക് വേണ്ടി ഇറങ്ങിയാൽ എന്റെ സാമ്പത്തിക വിഷയത്തിന് വേണ്ടി ഒരു മനുഷ്യന്റെ മുമ്പിൽ എന്റെ ആവശ്യം പറഞ്ഞ് കൈ നീട്ടാൻ ഇടയാകരുതെന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാണ് പോയത്. എന്നാൽ എന്റെ മുമ്പിൽ ഒരു 2.5 രൂപ വണ്ടിക്കൂലിക്ക് പൈസ എടുക്കാൻ ഇല്ലാത്തൊരു സാഹചര്യം വന്നപ്പോഴും ഞാൻ ദൈവത്തോട് പറഞ്ഞ ആ തീരുമാനത്തിൽ തന്നെ നിലനിന്നു. ആരോടും ചോദിക്കാതെ റാന്നിക്ക് 2 ദിവസം നടന്നുപോയി. നടന്നു പോയപ്പോൾ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു, കർത്താവേ എനിക്കൊരു വഴി തുറന്നു തരണമെന്ന്. അങ്ങനെ
ആ സമയത്ത് എൻ്റെ ഒരു സ്നേഹിതനായ ഇന്ന് റാന്നി സെൻട്രലിലെ സുവിശേഷ വേലയിലായിരിക്കുന്ന ജെയിംസ് എന്ന് പറയുന്ന ഒരു കർത്താവിന്റെ ദാസൻ, അന്ന് താൻ കർത്താവിന്റെ വേലയിലല്ല, അദ്ദേഹത്തിന്റെ ഒരു മകൻ പെട്ടെന്ന് കിണറ്റിൽ വീഴാനിടയായി. ഇതറിഞ്ഞ് ഞാന് റാന്നി മർത്തോമ ഹോസ്പിറ്റലില് ആ കുഞ്ഞിനെ കാണാൻ കടന്നു ചെല്ലുകയും അവിടെ വെച്ച് ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന അന്ന് ഞങ്ങളുടെ സെൻട്രൽ പാസ്റ്റർ ആയിരുന്ന എൻ്റെ അധ്യാപകനായിരുന്ന പാസ്റ്റർ TC ഈശോ അവറുകള് ഹോസ്പിറ്റലിൽ നിന്ന് ഇറങ്ങി വരുന്ന സമയത്ത് എന്നോട് പറഞ്ഞു കുറിയന്നൂരിന് പോകാൻ ഒരു വണ്ടി വിളിച്ചോണ്ട് വരാൻ. അങ്ങനെ ഞാൻ എൻ്റെ സ്നേഹിതനായ കുന്നുംപുറത്ത് ജോസ് എന്ന് പറയുന്ന ആളിന്റെ വാഹനം വിളിച്ച് ഞങ്ങള് കുറിയന്നൂര് പോയി. പോകുന്ന വഴിക്ക് അപ്പച്ചൻ എന്നോട് പറഞ്ഞു, എനിക്കൊരു കാറുണ്ട്, അത് ഓടിക്കാൻ ഒരു ഡ്രൈവർ ഇല്ല എന്ന് പറയാനിടയായി. ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് പോയത് എനിക്കൊരു ചെറിയ ജോലി, ഒരു ചെറിയ നന്മ, എന്റെ പഠനം പൂർത്തീകരിക്കുന്നത് വരെ എനിക്കൊരു കാര്യം എന്തെങ്കിലും വേണം, അതിനുവേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടാണ് പോയത്. അച്ഛൻ എന്നോട് പറഞ്ഞു എനിക്കൊരു കാറിന് ഡ്രൈവറെ വേണമെന്ന് പറഞ്ഞു. അങ്ങനെ ദൈവകൃപയാല് എന്റെ പഠനം കഴിഞ്ഞുള്ള വീക്കെൻഡ് സമയങ്ങളിലും എന്റെ വെക്കേഷൻ സമയങ്ങളിലും ഒക്കെ പാസ്റ്റർ TC ഈശോ അപ്പച്ചനെയും കൊണ്ട് പല സ്ഥലങ്ങളില് ശുശ്രൂഷയ്ക്കായിട്ട് കൊണ്ടുപോകാനും എന്റെ സാമ്പത്തിക കാര്യങ്ങൾക്ക് ഒരു ക്രമീകരണം ദൈവം ഒരുക്കി തരാനും ഇടയായി തീർന്നു. അതെനിക്കൊരു വലിയ അനുഗ്രഹമായി തീർന്നു. എന്നാൽ എന്റെ പഠനം പൂർത്തീകരിച്ചു കഴിഞ്ഞപ്പോൾ പ്രിയ TC ഈശോ അച്ചായനും അതുപോലെ തന്നെ റാന്നി ടൗൺ ചർച്ചിന്റെ ഇന്നും പാസ്റ്റർ ആയിരിക്കുന്ന രാജു മേത്ര എന്നെല്ലാവരും വിളിക്കുന്ന പ്രിയ വർഗീസ് എബ്രഹാം പാസ്റ്റർ എന്നോട് പറഞ്ഞു ആ സഭയുടെ അസിസ്റ്റ് ചെയ്ത്, കർത്താവിന്റെ ദാസനെ അസിസ്റ്റ് ചെയ്ത് ആ സഭയിലെ ഒരു അസിസ്റ്റന്റ് പാസ്റ്ററായിട്ട് നിൽക്കാൻ എന്നോട് ആവശ്യപ്പെട്ടു. എന്നാൽ എന്നെ കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ച സമയത്ത് ഞാൻ ബൈബിൾ കോളേജിന്റെ 5ാമത്തെ നിലയിലെ പ്രെയർ റൂമിൽ ഇരുന്ന് കർത്താവിനോട് ചോദിച്ചു, കർത്താവേ, പാടാനും പ്രസംഗിക്കാനും അറിയാൻ പാടില്ലാത്ത എന്നെ എന്തിനാണ് കർത്താവിന്റെ വേലയ്ക്ക് വിളിച്ചതെന്ന് ചോദിച്ചപ്പോൾ അന്ന് രാത്രി ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്നോട് സംസാരിച്ചു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 9-ാം വാക്യമെന്ന്. ഞാന് ഡോർമെട്രിയുടെ ആ ലൈറ്റിൽ ചെന്ന് എടുത്തു നോക്കിയപ്പോൾ അവിടെ എഴുതിയിരിക്കുന്നു, ആകയാൽ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരെ കല്യാണത്തിന് വിളിക്കുകയായിരുന്നു. മത്തായി സുവിശേഷം 22-ാം അധ്യായം 9-ാം വാക്യം എന്നൊരു ദൈവശബ്ദം എനിക്ക് കേട്ടു. ഞാന് ഡോർമെട്രിയിൽ ചെന്ന് ആ ബൈബിൾ ഭാഗം എടുത്ത് വായിച്ചു. ആകയാൽ വഴിത്തലയ്ക്ക് ചെന്ന് കാണുന്നവരെ കല്യാണത്തിന് വിളിപ്പീൻ എന്നുള്ളതായ ആ ഒരു വിളി എനിക്ക് ലഭിക്കുകയും ഞാൻ കുറച്ച് ട്രാക്റ്റുകൾ കളക്ട് ചെയ്ത് ഒരു സീലുണ്ടാക്കി അത് പോകുന്ന വഴിയിലൊക്കെ ഇങ്ങനെ വിതരണം ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. അതുകൊണ്ട് ഈ ഒരു വിളി എനിക്ക് ലഭിച്ചത് കൊണ്ട് പ്രിയ TC ഈശോ അച്ചായനും അതുപോലെ തന്നെ കർത്താവിന്റെ ദാസൻ പ്രിയ രാജു മേത്ര പാസ്റ്ററും എന്നെ റാന്നിയിൽ ശുശ്രൂഷിക്കാനായിട്ട് ക്ഷണിച്ച് ആ ക്ഷണം എനിക്ക് ഉൾക്കൊള്ളാനായിട്ട് കഴിഞ്ഞില്ല. എന്നാൽ അതേ സമയം തന്നെ എന്നോട് ഡെറാഡൂണിൽ അഡ്മിഷൻ വാങ്ങിച്ചു തരാമെന്നും സുവിശേഷ വേലയാണ് നിങ്ങളെക്കുറിച്ചെന്നും പറഞ്ഞ കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജോർജ് ഞങ്ങളുടെ സഭയൊക്കെ വിട്ട് കോട്ടയത്തും അതിനുശേഷം നിലമ്പൂരും അതിനുശേഷം തിരുവമ്പാടി സെന്ററിൽ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന കർത്താവിന്റെ ദാസന് എന്റെ വിവാഹത്തിന് വന്ന സമയത്ത് എന്നോട് പറഞ്ഞു, ബൈബിൾ കോളേജ് പഠനം പൂർത്തീകരിക്കുമ്പോൾ ഈ ഭാഗത്തൊന്നും നിൽക്കാതെ സുവിശേഷം അധികം എത്തിയിട്ടില്ലാത്തതായ സുവിശേഷ പ്രവർത്തനം നന്നായി നടത്താൻ കഴിയുന്ന മലബാറിലേക്ക് കർത്താവിന്റെ വേലയ്ക്ക് വരണമെന്നൊരു ആഹ്വാനം എനിക്ക് നൽകാനിടയായി. അങ്ങനെ ഞാന് കർത്താവിന്റെ ദാസന്മാർ എന്നോട് പറഞ്ഞ ആ ക്ഷണം സ്നേഹത്തോടെ വേണ്ടാന്ന് വെച്ചിട്ട് ഞാൻ അറിയാത്ത കോഴിക്കോട് ജില്ലയിലേക്ക് മലബാറിൽ കർത്താവിന്റെ വേലയ്ക്കായിട്ട് കടന്നുപോയി. അങ്ങനെ എനിക്ക് താമരശ്ശേരി ചുരത്തിനടുത്ത് പുതുപ്പാടി എന്ന സ്ഥലത്ത് ഈങ്ങാപ്പുഴയില് കർത്താവിന്റെ ദാസൻ ഒരു വീട് വാടകയ്ക്ക് എടുത്ത് തന്ന് ഞാനും എൻ്റെ ഭാര്യയും, ആ സമയത്ത് എനിക്ക് 9 മാസം പ്രായമുള്ള ഞങ്ങളുടെ മൂത്ത മകൾ അക്സ ഉണ്ട്, ഞങ്ങൾ 3 പേരും കൂടെ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മലബാറിലേക്ക് കടന്നു പോകാനിടയായി. ആ വാടക വീട്ടില് ഞങ്ങൾ താമസിച്ച് കർത്താവിന് വേല ചെയ്യുകയാണ്. 2500 രൂപ അന്ന് ഞങ്ങൾക്ക് സപ്പോർട്ട് കിട്ടും. 1500 രൂപ വാടക കൊടുക്കണം, 250 രൂപ ദശാംശം കൊടുക്കണം. ബാക്കി 750 രൂപ കൊണ്ട് ഞങ്ങളുടെ ഉപജീവന മാർഗം ഇങ്ങനെ കൊണ്ടുപോകുന്ന സമയത്ത് ഞങ്ങളുടെ വീട്ടില് ആദ്യം വാങ്ങി ഗ്യാസ് തീർന്നുപോയി. ഗ്യാസ് എടുക്കാനായിട്ട് പൈസ ഇല്ല. അങ്ങനെ ഞങ്ങള് ചില ഗ്യാസിൽ മാത്രം ഉപയോഗിക്കേണ്ട പാത്രങ്ങള് ഈർച്ചപ്പൊടി അല്ലെങ്കിൽ അറക്കപ്പൊടി കൊണ്ട് കുത്തി നിറച്ചുണ്ടാക്കുന്ന അടുപ്പില് ഞങ്ങൾ ഭക്ഷണമൊക്കെ പാകം ചെയ്ത് ഇങ്ങനെ പോവുകയാണ്. ഞങ്ങള് 7 ദിവസം ഉപവസിച്ച് പ്രാർത്ഥിച്ച് അവിടെ ഒരു പ്രാർത്ഥന ആരംഭിച്ചു. ആരുമില്ല, ഞാനും എൻ്റെ ഭാര്യയും എൻ്റെ മൂത്ത മകളും മാത്രമേ ഉള്ളെങ്കിലും ഞങ്ങൾ വിശ്വാസത്താൽ അതിനെ ഒരു സഭയായി കണ്ടുകൊണ്ട് രാവിലെ 8 മണി മുതൽ 11 മണി വരെ എൻ്റെ ഭാര്യയോടും 9 മാസം പ്രായമുള്ള കുഞ്ഞിനോടും മാത്രമായിട്ട് പ്രസംഗിച്ച് 3 മണിക്കൂർ ഞാൻ സഭായോഗം നടത്തി ഇങ്ങനെ പോവുകയാണ്. എന്നാൽ എൻ്റെ സാമ്പത്തിക ബുദ്ധിമുട്ട്, ആരും സ്വോത്രകാഴ്ച ഇടാൻ പോലും ആരും ഇല്ലാത്തൊരു സാഹചര്യത്തില്
ബുദ്ധിമുട്ടിൽ നിൽക്കുന്ന സമയത്ത് കർത്താവിന്റെ ദാസൻ പാസ്റ്റർ സണ്ണി ജോർജ് അവറുകള് എന്റെ അടുത്ത് വന്നിട്ട് എന്നോട് പറഞ്ഞു, മാഹിയിൽ ഒരു പ്രവർത്തനം ആരംഭിക്കാനായിട്ട് പോവുകയാണ്, അതുകൊണ്ട് സുനിൽ അവിടേക്ക് പോകാമോ എന്ന് ചോദിപ്പാനിടയായി. എന്നാൽ ഈ പ്രവർത്തന സ്ഥലത്തെ കർത്താവ് ഞങ്ങളെ അവിടെ ആക്കിയെന്ന് ഞങ്ങൾക്കൊരു തെളിവ് കർത്താവ് തന്നിട്ടുണ്ടായിരുന്നു. 7 ആഴ്ച ഞങ്ങൾ തനിയെ ഇരുന്ന് ആരാധന നടത്തിയെങ്കിലും 7ാമത്തെ ആഴ്ച ഒരു സഹോദരി അവിടെ പ്രാർത്ഥനയ്ക്ക് വന്നു. 8ാമത്തെ ആഴ്ച രണ്ടാമതൊരു സഹോദരി പ്രാർത്ഥനയ്ക്ക് വന്നു. ഒരു 3 മാസം ആയപ്പോഴത്തേക്കിന് ചില ആളുകൾ അവിടെ പ്രാർത്ഥനയ്ക്ക് വേണ്ടി വരുന്നുണ്ടായിരുന്നു. എന്നാൽ കർത്താവിന്റെ ദാസൻ ഞങ്ങളോട് ഈ പ്രവർത്തനം സ്റ്റോപ്പ് ചെയ്ത് മാഹിയിലേക്ക് പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ദൈവത്തോട് വളരെ പ്രാർത്ഥിച്ചു. എന്നാൽ ആ തീരുമാനത്തിനകത്ത് നിന്ന് മാറുകയും ഞങ്ങൾ അവിടെ തന്നെ തുടരാനായിട്ട് കർത്താവ് അവസരം നൽകി. 5 വർഷങ്ങൾ 4 വാടക വീടുകളിലായിട്ട് മാറി മാറി ഞങ്ങൾ താമസിച്ചു. ആ സമയത്ത് ഞങ്ങളെ സപ്പോർട്ട് ചെയ്തുകൊണ്ടിരുന്നതായ ഹ്യൂസ്റ്റൺ IPC ഹെബ്രോൻ ചർച്ചിന്റെ സഹായത്തോടുകൂടെ ഈങ്ങാപ്പുഴയിൽ അല്പം സ്ഥലം വാങ്ങാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. എന്നാൽ ഞാൻ വാടക വീട്ടില് കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുമ്പോൾ ചില ദൈവമക്കളൊക്കെ അവിടെ കടന്നു വന്നു. പ്രാർത്ഥനയിൽ തുടർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ താമസിച്ച വീടിനകത്തേക്ക് മലവെള്ളപ്പാച്ചിലില് വെള്ളം കയറി വരാനിടയായി. ഞാൻ താമസിക്കുന്ന വീടിനകത്തേക്ക് വെള്ളം കയറി വരുമ്പോൾ എന്ത് ചെയ്യണമെന്ന് അറിയാതെ ഭാരപ്പെട്ട് പെട്ടെന്ന് ദൈവത്തിന്റെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ എന്നോട് സംസാരിച്ചു. ബൈബിളിൽ വാക്യമുണ്ട്, ഇത്രത്തോളം നിനക്ക് വരാം, ഇത് കടക്കരുത്, ഇവിടെ നിന്റെ തിരമാലകളുടെ ഗർവം അവസാനിച്ചിരിക്കണമെന്ന് തിരമാലകളോട് ദൈവം കൽപ്പിച്ചൊരു വചനം എന്റെ മനസ്സിനകത്ത് പെട്ടെന്ന് ഓർമ്മ വരാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അങ്ങനെ എന്റെ വീടിനകത്തേക്ക് കയറി വരുന്ന വെള്ളത്തിന്റെ എൻഡിൽ ചവിട്ടി നിന്നുകൊണ്ട് ഈ വാക്യം ഉദ്ധരിച്ച് പ്രാർത്ഥിപ്പാനിടയായി. പ്രിയ ദൈവമക്കളെ, എന്നെ കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോട് പറയട്ടെ, ഇന്നും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ആ വാക്യം പറഞ്ഞ് പ്രാർത്ഥിച്ചു കഴിഞ്ഞപ്പോൾ എന്റെ വീടിനകത്തേക്ക് കയറി വരുന്ന വെള്ളം അതിന്റെ വരവ് നിലയ്ക്കുകയും അത് പുറകോട്ട് തിരിച്ചൊഴുകി പോകാനായിട്ട് ഇടയായി തീർന്നു. കർത്താവ് ഞങ്ങളെ അവിടെ സഹായിപ്പാനായിട്ട് ഇടയായി തീർന്നു. ഞാൻ അവിടെ വാടകയ്ക്ക് താമസിച്ചുകൊണ്ട് തന്നെ വാങ്ങിയ സ്ഥലത്ത് ഒരു പാഴ്സനേജ് പണിതു. അതിനകത്ത് ആരാധന തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ വീണ്ടും എടുത്തുവെച്ചൽ പറഞ്ഞ സ്ഥലത്ത് ഉരുള് പൊട്ടുകയും രാത്രി വെളുപ്പിനെ 5 മണിയായ സമയത്ത് ഈ വെള്ളം വീണ്ടും എരച്ച് ഞാൻ താമസിക്കുന്ന പാഴ്സനയിലേക്ക് കടന്നു വരുവാനായിട്ട് ഇടയായി തീർന്നു. ആ സമയത്തും വീണ്ടും അതേ വചനം തന്നെ പ്രാർത്ഥിച്ച് കർത്താവ് ഞങ്ങളെ സഹായിപ്പാൻ ഇടയായി. ഞാനിത് പറഞ്ഞത് എന്താണെന്ന് ചോദിച്ചാൽ, നാം ദൈവത്തിന്റെ വചനത്തെ വിശ്വസിക്കുന്നെങ്കിൽ നമ്മുടെ ജീവിതത്തിനകത്ത് എന്ത് പ്രതിസന്ധി വന്നാലും ദൈവം തന്റെ വചനം അയച്ച് നമ്മെ വിടുവിക്കുന്ന ദൈവമാണെന്ന് എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുകയാണ്. ദൈവത്തിന്റെ വചനം നമ്മുടെ ഹൃദയത്തിനകത്ത് ദൈവം തന്നിട്ടുണ്ടെങ്കിൽ ജീവിതത്തിന്റെ പ്രതിസന്ധിയുടെ സമയത്ത് ആ വചനം ഉച്ചരിച്ചുകൊണ്ട് പറയാനിടയായി തീർന്നാൽ ആ വചനത്തിന്റെ മേൽ ക്രിയ ചെയ്യുന്ന കർത്താവ് നമുക്ക് വേണ്ടി ജീവിക്കുന്ന ദൈവമാണ്. ഞങ്ങള് ഇങ്ങനെ കർത്താവിന്റെ വേലയിലായിരിക്കുന്ന സമയത്ത് ഞങ്ങൾക്ക്, ഞാൻ പറഞ്ഞത്, വളരെ സാമ്പത്തിക പ്രതിസന്ധി ഉണ്ടായ ഒരു രാത്രിയില് എന്റെ കുഞ്ഞിന് കൊടുക്കാൻ ലാക്ടോജൻ വാങ്ങാൻ 115 രൂപയാണ് അന്ന് ലാക്ടോജന്റെ വില. ആ 115 രൂപ കയ്യിലെടുക്കാൻ ഇല്ലാതെ വെറും 70 രൂപ കയ്യിൽ പിടിച്ചുകൊണ്ട് അന്ന് രാത്രി എന്റെ കുഞ്ഞ് വിശന്ന് കരഞ്ഞ് എന്റെ മടിയിൽ കിടന്ന് ഉറങ്ങുമ്പോൾ ഞാൻ കർത്താവിനോട് പറഞ്ഞു, കർത്താവേ, ഈ മലബാറിൽ എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത ഈ സ്ഥലത്ത് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി ഞാൻ വന്നു. എന്റെ കുഞ്ഞ് ഇന്ന് രാത്രിയിൽ വിശന്നുറങ്ങുകയാണ്, അതിന്റെ ഉത്തരവാദി കർത്താവാണെന്ന് പറയാനിടയായി. എന്നെ കേൾക്കുന്ന ദൈവമക്കളോട് പറയട്ടെ, നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രതിസന്ധി വരുമ്പോൾ നമ്മളൊരു കുറുക്ക് വഴി അന്വേഷിക്കാതെ ദൈവത്തിൽ തന്നെ ആശ്രയിക്കണം. യിരെമ്യാ പ്രവചനത്തിൽ നമ്മളിങ്ങനെ വായിക്കുന്നുണ്ട്, യഹോവയിൽ ആശ്രയിക്കുകയും യഹോവ തന്നെ ആശ്രയമായിരിക്കുകയും ചെയ്യുന്ന മനുഷ്യൻ ഭാഗ്യവാനാണ്. എന്നിട്ട് അടുത്ത് എഴുതിയിരിക്കുന്നത് എങ്ങനെയാണ്? അവർക്കും പ്രതികൂലങ്ങൾ കടന്നു വരും, ഉഷ്ണം തട്ടും, വെള്ളത്തിന്റെ വരൾച്ച ഉണ്ടാകും, പക്ഷേ അവിടെയും പോറ്റുന്ന ഒരു ദൈവത്തിന്റെ പ്രവൃത്തി ഉണ്ടെന്ന് എനിക്ക് മനസ്സിലായി. അന്ന് രാത്രിയില് ഞാൻ എന്റെ ഡയറി എടുത്ത് എഴുതി വെച്ചു, എന്റെ കയ്യിൽ 70 രൂപ മാത്രമേ ഉള്ളൂ, എന്റെ കുഞ്ഞ് കരഞ്ഞുറങ്ങുകയാണ്, ദൈവം ഇതിന് ഉത്തരവാദിയാണെന്ന് പറയാനിടയായി. പ്രിയ ദൈവമക്കളെ, പിറ്റേ ദിവസം ഉച്ചയായ സമയത്ത് 2 ടിൻ ലാക്ടോജൻ വാങ്ങാനുള്ളതായ നന്മ എന്റെ കയ്യിൽ എത്തത്തക്ക നിലയിൽ ദൈവം പ്രവർത്തിക്കാനായിട്ട് ഇടയായി തീർന്നു. ദൈവത്തിന്റെ കൈ ഇന്നും കുറുകിപ്പോയിട്ടില്ല, അവന്റെ ചെവി ഇന്നും മന്ദമായി പോയിട്ടില്ല, ഇന്നും പ്രവർത്തിക്കുന്ന ദൈവമാണ്. ഇത് കേൾക്കുന്ന നിങ്ങളുടെ ജീവിതത്തിനകത്ത് ഒരു പ്രതിസന്ധി ഉണ്ടെങ്കിൽ പരിഹരിക്കാൻ ഒരു ദൈവമുണ്ട്. നിശ്ചയമായും ആ കർത്താവിൽ ആശ്രയിക്കുക. കർത്താവ് പരിഹാരകനായി ഇന്നും പ്രവർത്തിക്കുമെന്ന് പൂർണ്ണമായിട്ടും വിശ്വസിക്കുകയാണ്. അങ്ങനെ
ആ ദേശത്തെ പ്രവർത്തനത്തെ കർത്താവ് അനുഗ്രഹിച്ചു. അവിടെ ഒരു പാഴ്സനേജും 5 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു പാഴ്സനേജ് പണിത് അതിൽ പാർക്കാനും 3 വർഷം കഴിഞ്ഞപ്പോൾ അവിടെ ഒരു ആരാധനാലയം അതിന്റെ മുകളിൽ പണിയാനായിട്ട് ഇടയായി തീർന്നു. നമ്മൾ വിശ്വാസത്തോടെ ഒരു കാര്യം ചെയ്താൽ അതിനെ പൂർത്തീകരിക്കുന്ന ദൈവമുണ്ട്. ഞാന് ഒരാലയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ അതിനുള്ള പണമില്ല, എന്നാൽ ടെറസിൽ നടന്ന് പ്രാർത്ഥിക്കുന്ന സമയത്ത് ഒരു 25 പൈസ ആ ടെറസിൽ കിടന്ന് എന്റെ കൈ കിട്ടി. ഞാൻ ആ 25 പൈസ എടുത്ത് കയ്യിൽ വെച്ച് പ്രാർത്ഥിക്കാനിടയായി. പ്രാർത്ഥിച്ചിട്ട് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, ഇവിടെ ഒരു ആലയം പണിയണം, അതിന് എന്റെ കൈ പണമില്ല. 25 പൈസ പ്രാർത്ഥിച്ച് അവിടെ ഉള്ളതായി പില്ലറിന്റെ മുകളിൽ വെച്ചിട്ട് ഞാൻ പറഞ്ഞു, ഇത് ആലയത്തിന്റെ പണിക്കുള്ള അഡ്വാൻസ് ആണെന്ന് പറഞ്ഞ് 25 പൈസ അവിടെ പ്രാർത്ഥിച്ചു വെച്ചു. ദൈവമക്കളെ കേൾക്കണമോ? ഇന്ന് പവർ വിഷനിൽ വളരെ ശക്തമായി പ്രയോജനപ്പെടുന്ന കർത്താവിന്റെ ദാസൻ പ്രിയ പ്രിൻസ് പാസ്റ്ററുടെ ഫാദറിലോ പാസ്റ്റർ KG എബ്രഹാം, ജെയിംസ് അച്ചായൻ, കടക്കൽ ജെയിംസ് അച്ചായന് അന്ന് എന്റെ സഭയുടെ മെമ്പറാണ്. അടുത്ത വാച്ച് നൈറ്റ് മീറ്റിംഗ് കഴിഞ്ഞപ്പോൾ ഡിസംബർ 31-ാം തീയതി പ്രിയ പിതാവ് എന്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, പാസ്റ്ററെ, നമുക്ക് ആരാധനാലയം പണിയണം, ഞാനൊരു 25,000 രൂപ അതിനുവേണ്ടി തരാമെന്ന് പറഞ്ഞ് എന്റെ കയ്യില് 25,000 രൂപ തരാനിടയായി. 25 പൈസ വെച്ചിട്ട് വിശ്വാസത്താൽ പ്രാർത്ഥിച്ചപ്പോൾ 25,000 രൂപ ദൈവം തന്നു. വിശ്വാസത്താൽ അതിന്റെ പണികൾ ആരംഭിക്കാൻ ഇടയായി. ദൈവമക്കളോട് പറയട്ടെ, ഞാൻ 10 വർഷം ആ സ്ഥലത്ത് താമസിച്ച് പ്രവർത്തിച്ചു. ഒരു 35-40 ലക്ഷം രൂപയുടെ പ്രോപ്പർട്ടി അവിടെ ഉണ്ടാകത്തക്ക നിലയിൽ ഒരു പാഴ്സനേജും നല്ലൊരു ആരാധനാലയവും പണിത് 10 വർഷം അവിടെ ശുശ്രൂഷിച്ച് ഞാൻ അവിടെ നിന്ന് മാറാനായിട്ട് ഇടയായി തീർന്നു. ഇതിന്റെ ഇടയ്ക്കൊക്കെ ഒത്തിരി പ്രതിസന്ധികൾ കടന്നു വന്നിട്ടുണ്ട്. എന്നാൽ അവിടെയെല്ലാം ദൈവത്തിൽ മാത്രം ആശ്രയിച്ച് അതിനെയെല്ലാം അതിജീവിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു. ഈ സമയത്ത് ഇതിന്റെ ഇടയ്ക്കാണ് ഞങ്ങൾക്ക് രണ്ടാമത്തെ കുഞ്ഞ് അബിയ ജനിക്കുന്നത്. ഈ അബിയയുടെ ജനനത്തോടുള്ള ബന്ധത്തില് എന്റെ വൈഫിനെ ഞാന് റാന്നില് പറഞ്ഞയച്ച അനന്തരം ഞാന് എന്റെ വൈഫിന്റെ ഡെലിവറിയുള്ള ബന്ധത്തിൽ റാന്നിലേക്ക് പോകുന്ന സമയത്ത് എന്റെ കയ്യില് പണത്തിന്റെ ഷോർട്ടേജ് ഉണ്ട്. ഞാന് ഒരു 5,000 രൂപ എന്റെ കയ്യിലുള്ളത് ഞാന് പ്രാർത്ഥിച്ച് എന്റെ വൈഫിന്റെ രണ്ടാമത്തെ ഡെലിവറിക്ക് വേണ്ടി കടന്നുപോയി. എന്റെ പോക്കറ്റിൽ ഒരു 200 രൂപ താരെ ചില്ലറ വണ്ടിക്കൂലിക്കുള്ള പൈസയുണ്ട്. ഞാൻ അതുകൊണ്ട് പോയി റാന്നി മേനാന്തോട്ടം ഹോസ്പിറ്റലില് എന്റെ വൈഫിന്റെ ഡെലിവറി എല്ലാം നടത്തി. എന്നെ പല ആളുകൾ അല്പം സഹായിച്ചു. വീട്ടിൽ കൊണ്ടുവന്ന് വൈഫിനെയും കുഞ്ഞുങ്ങളെ രണ്ടുപേരെയും ആക്കി ഞാൻ തിരിച്ച് എന്റെ പ്രവർത്തന സ്ഥലത്ത് എത്തിയപ്പോൾ ഞാൻ എന്റെ പേഴ്സിനകത്ത് പൈസ എടുത്ത് എണ്ണി നോക്കിയപ്പോൾ ഞാൻ എന്റെ ഭാര്യയുടെ പ്രസവത്തിന് വേണ്ടി അങ്ങോട്ട് പോകുമ്പോൾ 5,000 രൂപ എന്റെ പേഴ്സിൽ കരുതി 200 രൂപ 180 രൂപ വണ്ടിക്കൂലിക്കും എന്റെ കയ്യിലുണ്ടായിരുന്ന ഞാന് എല്ലാം കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ എന്റെ കയ്യില് വീണ്ടും 5,000 രൂപയും ഉണ്ട്. 220 രൂപ ചില്ലറയായിട്ട് എന്റെ കയ്യിലുണ്ട്. കർത്താവ് എന്നെ അത്ഭുതകരമായിട്ട് നടത്തി. പെട്ടെന്ന് പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിൽ പ്രേരണ തന്നു. ഞാന് ഈ 5,000 രൂപ എന്റെ കയ്യിൽ വെച്ച് ഇങ്ങനെ കയ്യിൽ പിടിച്ചിട്ട് ദൈവത്തോട് പ്രാർത്ഥിച്ച്, കർത്താവ്, എനിക്ക് 2 കുഞ്ഞുങ്ങളുണ്ട്, എനിക്ക് യാത്ര ചെയ്യാൻ സൈക്കിളിൽ ഇനി പറ്റില്ല, എനിക്കൊരു സ്കൂട്ടർ തരണം, ഒരു ബൈക്ക് തരണം, പക്ഷെ 5,000 രൂപയുള്ള ഈ 5,000 രൂപയ്ക്ക് ഒരു ബൈക്ക് തരണമെന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ച് 1 മാസം കഴിഞ്ഞപ്പോൾ എന്റെ സഹോദരൻ സുനി അയ്ക്കാട് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, എന്റെ ബൈക്ക് കൊടുക്കുകയാണ്, അത് നിനക്ക് വേണമെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, എന്റെ കയ്യിൽ 5,000 രൂപ ഞാൻ തരാമെന്ന് പറഞ്ഞു. എന്നോട് പറഞ്ഞു, അതിന് അവൻ 6,000 രൂപ കൊടുക്കണം. ഞാൻ പറഞ്ഞു 5,000 രൂപ തരാമെന്ന് പറഞ്ഞു. അവൻ ആ വാഹനം എനിക്ക് തന്നു. ബാക്കി 1,000 രൂപയുടെ കാര്യം ദൈവം തന്നെ ക്രമീകരിച്ചു. ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്ന എന്റെ മാതൃ ചർച്ചിലെ മെമ്പറും ആഞ്ഞിലിമോട്ടിൽ ജിജി എന്ന് പറയുന്ന സഹോദരന്, താനെ കഴിഞ്ഞ ചില മാസങ്ങൾക്ക് പുറകില് കർത്തൃസനയിൽ ചേർക്കപ്പെട്ടു. ആ സഹോദരന് എന്നെ സ്നേഹിച്ച 1,000 രൂപ അനിയന്റെ കയ്യിൽ കൊടുത്തു. അത് ആ വണ്ടിയുടെ പൈസയായിട്ട് ഞാൻ അവനും കൊടുത്തു. ഞാൻ പറഞ്ഞത്, ഞാൻ ദൈവത്തോട് പറഞ്ഞു 5,000 രൂപയ്ക്ക് എനിക്കൊരു ബൈക്ക് തരണമെന്ന് പറഞ്ഞപ്പോൾ 5,000 രൂപയ്ക്ക് തന്നെ ബൈക്ക് ദൈവം എനിക്ക് തന്നു. നമ്മുടെ ഹൃദയത്തിലെ ആഗ്രഹത്തെ അറിയുന്നവരാണ് ദൈവം. ഇന്നും ആ ദൈവം പ്രവർത്തിക്കുന്നു. എന്നാൽ കൂടെ ഒരു സംഭവം ഉണ്ടായി. ഈ ബൈക്കിൽ ഞാനും എന്റെ ഭാര്യയും കുഞ്ഞുങ്ങളും കൂടെ ഒരു കോട്ടേജ് മീറ്റിംഗ് കഴിഞ്ഞ് പാഴ്സനേജിലേക്ക് മടങ്ങി പോകുമ്പോൾ എന്റെ വിശ്വാസികളായ ആളുകള് നടന്നു പോവുകയാണ്. ഞാൻ അവരോട് സ്നേഹത്തോടെ പറഞ്ഞു, ഞങ്ങള് പൊയ്ക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ അതില് ഒരു സഹോദരി വളരെ സന്തോഷത്തോടും സ്നേഹത്തോടും കൂടെ എന്നോട് പറഞ്ഞു, പാസ്റ്റർക്ക് ബൈക്ക് ഉണ്ടല്ലോ, പാസ്റ്റർ പൊയ്ക്കോ, ഞങ്ങൾ എങ്ങനെങ്കിലും നടന്ന് വീട്ടിലെത്തിക്കോളാമെന്ന് പറഞ്ഞു. പക്ഷെ എന്റെ ഹൃദയത്തിനകത്ത് ഒരു ഭയങ്കര ഒരു ഭാരം എനിക്ക് തോന്നി. ഞാൻ ആ ബൈക്കിൽ നിന്ന് താഴെ ഇറങ്ങുന്നതിന് മുമ്പ് ദൈവത്തോട് പറഞ്ഞു, കർത്താവേ, എനിക്ക് ഡ്രൈവിംഗ് ഒക്കെ അറിയാം, എനിക്കൊരു 4 വീലർ തന്നാൽ എന്റെ ഈ വിശ്വാസികളെ എല്ലാം വീട്ടിൽ വിട്ടിട്ട് ഞാന് പാഴ്സനേജ് കയറത്തുള്ളതൊരു തീരുമാനം എടുത്തു. ദൈവകൃപയാല്
അടുത്ത ചില നാളുകൾക്കുള്ളിൽ തന്നെ ഒരു ഒമിനി വാൻ വാങ്ങി അതിന് അഡീഷണൽ സീറ്റും ഒക്കെ വെച്ച് എന്റെ വിശ്വാസികളെ ഒക്കെ വീട്ടിൽ കൊണ്ട് വിടാനായിട്ട് ദൈവം എന്നെ സഹായിച്ചു. പറഞ്ഞത്, ആരോരും ഇല്ലാത്ത സ്ഥലത്ത്, എന്നെ അറിയാത്ത, ഞാൻ അറിയാത്ത ദേശത്ത് കർത്താവ് എന്നെ പ്രയോജനപ്പെടുത്തി 10 വർഷം അവിടെ ശുശ്രൂഷിച്ചു. ഞാൻ അവിടെ നിന്ന് പാസ്റ്റർ സണ്ണി ജോർജ് അവർ കുടുംബമായി താമസിച്ച് കർത്താവിന് വേല ചെയ്യുന്ന എരഞ്ഞിപ്പാലം, കോഴിക്കോട് ടൗണിനടുത്ത് എരഞ്ഞിപ്പാലം സഭയിലേക്ക് അവിടെ നിന്ന് ട്രാൻസ്ഫർ ആയി ഞാൻ കടന്നുപോയി. അതിനുശേഷം അവിടെ നിന്ന് ഞാൻ മീമുട്ടി എന്ന് പറയുന്ന സ്ഥലത്തേക്ക് ട്രാൻസ്ഫർ ആകാനായിട്ട് ഇടയായി തീർന്നു. അങ്ങനെ മലബാറില് 13 വർഷം കർത്താവിന് വേല ചെയ്യാനായിട്ട് ദൈവം എനിക്ക് അവസരം തന്നു. പൗലോസ് ഒരിക്കൽ ഇങ്ങനെ പറഞ്ഞു, എനിക്കും ആത്മാവുണ്ട് എന്ന് തോന്നുന്നു എന്ന് പറഞ്ഞതുപോലെ കർത്താവ് എന്നെ വേലയ്ക്ക് വിളിച്ചു എന്നുള്ളതായ ഒരു നല്ല ബോധ്യം കർത്താവ് മലബാറിലെ വേലയിൽ വെച്ച് എനിക്ക് നൽകാനായിട്ട് ഇടയായി തീർന്നു. എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരായ പ്രിയപ്പെട്ടവരോട്, പാസ്റ്റേഴ്സ് ആയിരിക്കുന്ന പ്രിയപ്പെട്ടവരോട് ഒരു വാക്ക് ഞാൻ സ്നേഹത്തോടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ്. നമ്മെക്കുറിച്ച് കർത്താവിനൊരു വേലയും ഒരു ഉദ്ദേശവും ഉണ്ടെങ്കിൽ എന്തെല്ലാം പ്രതിസന്ധികൾ വന്നാലും വിളിച്ച ദൈവം വിശ്വസ്തനാണ് എന്ന് ഞാൻ അനുഭവിച്ചയാളാണ്. ഇന്ന് പകൽ സാമ്പത്തികമായിട്ടോ ശാരീരികമായിട്ടോ ശുശ്രൂഷാപരമായിട്ടോ എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്ന ഏതെങ്കിലും കർത്തൃദാസന്മാര് എന്നെ കേൾക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ അനുഭവത്തോട് ചേർത്ത് ധൈര്യത്തോടെ പറയാം, വിളിച്ച ദൈവത്തിൽ തന്നെ ആശ്രയിക്കുക. എല്ലാ പ്രതിസന്ധികൾക്കും പരിഹാരം തരാൻ കർത്താവ് കൂടെ ഉണ്ട്. അവൻ കരം പിടിച്ച് നടത്താൻ ഇന്നും വിശ്വസ്തനാണ്. ഞങ്ങള് ഈങ്ങാപ്പള്ളിയിലെ വേലയുള്ള ബന്ധത്തില് ആലയം പണിതുകൊണ്ടിരിക്കുന്ന സമയത്ത് എൻ്റെ വൈഫ് എൻ്റെ 3ാമത്തെ കുഞ്ഞിനെ കട്ടിലിൽ കിടത്തി ഒന്ന് ഉറക്കാൻ കിടത്തി. ആ സമയത്ത് കിടത്തിയിടത്തുനിന്ന് കുഞ്ഞിനെ ഉറക്കി എൻ്റെ വൈഫ് എഴുന്നേൽക്കുന്ന സമയത്ത് കുഞ്ഞ് പെട്ടെന്നൊന്ന് കരഞ്ഞു. പെട്ടെന്ന് എൻ്റെ വൈഫ് വീണ്ടും കുഞ്ഞ് ഉറങ്ങട്ടെന്ന് വിചാരിച്ചു ഒന്നുകൂടെ ഒന്ന് അവിടെ കിടന്നു. എൻ്റെ വൈഫിന്റെ കൈയുടെ ഷോൾഡറിൽ കുഞ്ഞ് തല വെച്ച് കിടക്കുന്നത് കൊണ്ട് വൈഫ് കൈ മുന്നോട്ട് നീട്ടി വെച്ച് കട്ടിലിൽ കിടക്കുകയാണ്. ലൈറ്റ് ഓഫാണ്. പെട്ടെന്ന് എന്തോ ഒന്ന് കയ്യിലേക്ക് വീഴാനിടയായി. വൈഫ് പെട്ടെന്ന് കുഞ്ഞുമായിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് ലൈറ്റ് ഇട്ട് നോക്കിയപ്പോൾ എൻ്റെ കുഞ്ഞുമായിട്ട് കിടന്ന കട്ടിലില് ഒരു വിഷപ്പാമ്പ് ആ കട്ടിലിലേക്ക് വീഴാനിടയായി. ഭാര്യ പെട്ടെന്ന് പറഞ്ഞു, ആ കട്ടിലിലേക്ക് ഒരു പാമ്പ് വീണു, ഓടി വരാൻ പറഞ്ഞു. ഞാൻ ഓടിച്ചെന്ന് നോക്കുമ്പോൾ കണ്ടത് എൻ്റെ കുഞ്ഞും വൈഫും കിടന്ന കട്ടിലില് ഒരു വിഷപ്പാമ്പ് കിടക്കുന്നു. എന്നാൽ ഇതെങ്ങനെ ഇവിടെ വന്നു എന്നറിഞ്ഞ് ചിന്തിച്ച് ഞാൻ പെട്ടെന്ന് മുകളിലേക്ക് നോക്കിയപ്പോൾ കാണുന്നത് വീടിന്റെ എയർ ഹോള് വഴി ഒരു മൂർഖൻ പാമ്പ് മറ്റൊരു പാമ്പിനെ ഭക്ഷണമാക്കാനായിട്ട് ഓടിച്ചു കൊണ്ടിരുന്ന വഴിക്ക് ഈ പാമ്പ് രക്ഷപ്പെടാൻ വേണ്ടി എയർ ഹോള് വഴി താഴേക്ക് ചാടിയതാണ്. എന്നാൽ അതിന്റെ പിന്നാലെ മൂർഖൻ പാമ്പ് ഇറങ്ങി വന്ന് ഞങ്ങളുടെ ട്യൂബ് ലൈറ്റിന്റെ മുകളിൽ വന്ന് തല ഇങ്ങനെ പത്തി വിടർത്തി നിൽക്കുന്ന കാഴ്ചയാണ് ഞാൻ കാണുന്നത്. എന്ത് ചെയ്യണമെന്ന് അറിയില്ല. തലയ്ക്ക് മുകളിൽ മൂർഖൻ പാമ്പ് പത്തി വിടർത്തി ട്യൂബ് ലൈറ്റിന്റെ മുകളിൽ നിൽക്കുന്നു. താഴെ കട്ടിലില് പേടിച്ച് വീണ ആ പാമ്പ് കിടക്കുന്നു. ദൈവത്തോട് പ്രാർത്ഥിക്കുകയല്ലാതെ മറ്റൊന്നും ചെയ്യാൻ കഴിയില്ല. വലത്ത് സൈഡിലെ കട്ടിലിൽ 2ാമത്തെ മകൾ കിടന്ന് ഉറങ്ങുകയാണ്. പെട്ടെന്ന് ബെഡ്ഷീറ്റോടുകൂടെ ആ കുഞ്ഞിനെ വലിച്ചെടുത്ത് താഴേക്ക് ഇട്ടതിന് ശേഷം ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചു. പെട്ടെന്ന് സകല സൃഷ്ടിയുടെ മേലും അധികാരമുള്ള ദൈവം പ്രവർത്തിച്ചു. ആ പാമ്പ് പത്തി മടക്കിയിട്ട് എയർ ഹോളിലേക്ക് അത് തിരികെ കയറാനായിട്ട് ഇടയായി തീർന്നു. ഞാന് കട്ടിലിൽ കിടന്ന പാമ്പിനെ അടിച്ചു കൊന്നതിന് ശേഷം പുറത്തിറങ്ങി ആ മൂർഖൻ പാമ്പിനെയും അടിച്ചു കൊല്ലാൻ ഇടയായി. ഇന്നത്തെ ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് അത് ചെയ്യാൻ പാടില്ലാത്ത കാര്യമാണ്. എങ്കിലും അന്നത്തെ സാഹചര്യത്തിൽ അത് മാത്രമേ ചെയ്യാൻ കഴിയുമായിരുന്നുള്ളൂ. അതുകൊണ്ട് അങ്ങനെ ചെയ്ത് ഞാൻ അവിടെ നിന്ന് വിടുവിക്കപ്പെടാൻ ഇടയായി. പറഞ്ഞത്, നമ്മെക്കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി ഉണ്ടെങ്കിൽ അതിനെതിരായിട്ട് വെല്ലുവിളിക്കുന്ന ഒരു പിശാചുണ്ട്. പൗലോസ് അപ്പോസ്തലൻ ഇങ്ങനെ പറഞ്ഞു, എനിക്ക് വലുതും വിശാലവുമായ ഒരു വാതില് മുമ്പിൽ തുറന്നിട്ടുണ്ട്, പക്ഷേ എതിരാളികൾ അനേകം ഉണ്ടെന്ന് പറയുന്നത് പോലെ ഒത്തിരി പ്രതിസന്ധികള് എന്റെയും സുവിശേഷ വേലയില് എതിരായിട്ട് കടന്നു വന്നുവെങ്കിലും കർത്താവ് കൂടെ ഉണ്ടായിരുന്നത് കൊണ്ട് അതിനെല്ലാം അതിജീവിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തു എന്നുള്ളതാണ് വാസ്തവമായ കാര്യം. അതുകൊണ്ട് ഏത് പ്രതിസന്ധിയുടെ നടുവിലും കർത്താവില് ആശ്രയിക്കുക. കർത്താവ് വിടുവിപ്പാൻ മതിയായ ദൈവമാണ്. അങ്ങനെ 13 വർഷം കർത്താവിന്റെ വേല മലബാറിൽ ചെയ്ത് അനന്തരമായിട്ട് ഞങ്ങള് പെരുമ്പാവൂർ സെന്ററിൽ പാസ്റ്റർ KM ജോസഫ് അവറുകൾ നേതൃത്വം കൊടുത്തിരുന്ന പെരുമ്പാവൂർ സെന്ററിൽ 7 വർഷം കർത്താവിന്റെ വേല ചെയ്യാനായിട്ട് കർത്താവ് അവസരം നൽകി. അതിനുശേഷം കർത്താവിന്റെ ദാസൻ ഇന്ന് നിത്യതയിൽ വിശ്രമിക്കുന്നു. പാസ്റ്റർ MA തോമസ് അവറുകളാണ് ഇന്ന് ആ സെന്ററിനെ ശുശ്രൂഷ ചെയ്യുന്നത്. കർത്താവിന്റെ ദാസനോടും ഒപ്പം അവിടെ കർത്താവിന്റെ വേല ചെയ്തു.
കഴിഞ്ഞ 2 വർഷമായിട്ട് ഞാന് മൂവാറ്റുപുഴയ്ക്ക് അടുത്ത് വാളകം സെന്ററിൽ അനുഗ്രഹീത കർത്തൃദാസൻ പാസ്റ്റർ സണ്ണി കുര്യൻ നേതൃത്വം കൊടുത്തിരുന്നതും ഇപ്പോൾ പാസ്റ്റർ കെ വി പൗലോസ് നേതൃത്വം കൊടുക്കുന്നതുമായ നെല്ലാട് ദൈവസഭയുടെ ശുശ്രൂഷകനായിട്ട് ഞാനിപ്പോൾ കർത്താവിന്റെ വേലയിൽ ആയിരിക്കുകയാണ്. കർത്താവ് ഞങ്ങളെ ജയോത്സവമായി നടത്തിയ വഴികൾ ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ഒന്നും മറക്കാൻ കഴിയാത്ത അത്ര ദൈവപ്രവർത്തികൾ ദൈവം ഞങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. ഏത് പ്രതിസന്ധിയുടെ നടുവിലും നമ്മെ സഹായിക്കുന്ന കർത്താവിന്റെ കരം കൂടെയുണ്ട്. ചില ആളുകള് വിശ്വാസികളായ അല്ലെങ്കിൽ ദൈവത്തിൽ ആശ്രയിക്കുന്ന ആളുകള് ദൈവം പ്രവർത്തിക്കും എന്ന് പറയുമ്പോൾ ചില ആളുകള് വിശ്വാസം ഇല്ലാത്ത ആളുകൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ഞാൻ കേട്ടിട്ടുണ്ട്. അങ്ങനെ നിങ്ങൾ പറഞ്ഞാൽ അല്ലെങ്കിൽ പ്രാർത്ഥിച്ചാൽ ദൈവം നൂലെ കെട്ടി ഇറക്കി തരുമോ എന്ന് ചോദിക്കുന്ന ചോദ്യം ഞാൻ കേട്ടിട്ടുണ്ട്. എന്നാൽ എന്നെ കേൾക്കുന്ന കർത്തൃദാസന്മാരോടും അരോമ ടിവിയുടെ വ്യൂവേഴ്സ് ആയിരിക്കുന്ന സകല പ്രിയപ്പെട്ടവരോടും പറയട്ടെ, നമ്മുടെ കർത്താവ് നമുക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ ഈ ലോകത്തിലെ മനുഷ്യൻ പറയുന്നത് പോലെ നൂലെ കെട്ടി ഇറക്കുമെന്ന് ചോദിച്ചാൽ ഞാൻ എൻ്റെ അനുഭവത്തിൽ നിന്ന് പറയാം, ഒരു നൂലിന്റെ പോലും സാന്നിധ്യം ഇല്ലാതെ നമുക്ക് വേണ്ടി പ്രവർത്തിക്കാൻ കഴിയുന്നവനാണ് ആമേൻ നമ്മുടെ കർത്താവ്. ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവമാണ്. കഴിഞ്ഞ ദിവസങ്ങളിലും ദൈവം ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ പ്രവർത്തികൾ ചെയ്യാനായിട്ട് ഇടയായി തീർന്നു. ഞങ്ങൾക്ക് 3 മക്കളെയാണ് കർത്താവ് തന്നിരിക്കുന്നത്. അതില് മൂത്ത മകള് BSc നഴ്സിംഗ് പൂർത്തീകരിച്ചു. ബോംബെയിൽ ഒരു ജോലിക്ക് വേണ്ടി കടന്നുപോയി. അവിടെ ഹിന്ദുജ എന്ന് പറയുന്ന ഹോസ്പിറ്റലില് ഒരു ഇന്റർവ്യൂവിന്റെ ഇടയ്ക്ക് കടന്നുപോയി. എൻ്റെ മകള് അവിടെ ഇന്റർവ്യൂവിന് ചെല്ലുന്ന സമയത്ത് തൻ്റെ ഒപ്പം വേറെ 5 കാൻഡിഡേറ്റും കൂടെ അവിടെ ഇന്റർവ്യൂവിന് ഉണ്ടായിരുന്നു. എൻ്റെ മകൾ ഉൾപ്പെടെ 6 പേര് ഉണ്ടായിരുന്നു. എന്നാൽ ആ ഇന്റർവ്യൂ കഴിഞ്ഞപ്പോൾ 5 പേർക്കും ജോലി ലഭിക്കാത്ത സ്ഥാനത്ത് ആ പ്രശസ്തമായ ഹോസ്പിറ്റലില് എൻ്റെ മകൾക്ക് ഒരു ജോലി ലഭിക്കാനായിട്ട് കർത്താവ് സഹായിച്ചു. ഞങ്ങള് ബോംബെയിലേക്ക് പോകുമ്പോൾ കർത്താവിനോട് പ്രാർത്ഥിച്ചിട്ടാണ് കടന്നുപോയത്. അതിനു മുമ്പേ തന്നെ ഞങ്ങളുടെ മകൾക്ക് മുള്ളുണ്ടുള്ളതായ ഫോർട്ടീസ് എന്ന് പറയുന്ന ഹോസ്പിറ്റലിൽ ജോലി റെഡി ആയിട്ട് തന്നെയാണ് പോയത്. പക്ഷെ ഞാൻ കർത്താവിനോട് പ്രാർത്ഥിച്ചു, കർത്താവേ, ഞങ്ങളെ കുറിച്ചുള്ള ദൈവത്തിന്റെ ഹിതം അത് ഞങ്ങളുടെ മക്കളിലും അങ്ങനെ തന്നെ നിവർത്തിക്കപ്പെടണം. ഞങ്ങളുടെ മകൾക്ക് എവിടെയാണോ ദൈവം ജോലി വെച്ചിരിക്കുന്നത് അവിടെ മാത്രമേ ലഭിക്കാവൂ എന്ന് പ്രാർത്ഥിപ്പാൻ ഇടയായി തീർന്നു. പറഞ്ഞത് ഇന്നും ദൈവത്തിൽ ആശ്രയിക്കുന്ന ഒരു ദൈവ പൈതലിന് വേണ്ടി കർത്താവ് പ്രവർത്തിപ്പാൻ മതിയായ ദൈവമാണ്. ആ കർത്താവ് ഇന്നും നമുക്ക് വേണ്ടി പ്രവർത്തിക്കും. സ്തോത്രം. മകളവിടെ ജോലി ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അവന് ദൈവമക്കൾ ഓർക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യണമെന്ന് ഓർപ്പിക്കുകയാണ്. സ്തോത്രം. കഴിഞ്ഞ 2 വർഷമായിട്ട് ഞങ്ങൾ ഇവിടെ കർത്താവിന്റെ വേലയിലായിരിക്കുക. ഞാൻ 2 അനുഭവം കൂടെ പറഞ്ഞ് ഞാൻ ഈ സാക്ഷ്യം ഇവിടെ അവസാനിപ്പിക്കാനായിട്ട് ആഗ്രഹിക്കുക. നമ്മൾ കർത്താവിന്റെ വേലയുള്ള ബന്ധത്തിലായിരിക്കുന്ന അനേക കർത്തൃദാസന്മാര് ഒരുപക്ഷെ ഈ സാക്ഷ്യം കേൾക്കാനായിട്ട് അവസരം ഉണ്ടാകും. അല്ലെങ്കിൽ ഏതെങ്കിലുമൊക്കെ ജീവിതത്തിന്റെ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ആളുകൾ ഈ സാക്ഷ്യം കേൾക്കാനായിട്ട് ഇടയാകും. നിങ്ങൾക്കൊക്കെ ഒരു ഉറപ്പിനും ധൈര്യത്തിനും വേണ്ടി പറയുകയാണ്, നമ്മൾക്കൊക്കെ ഈ ലോകത്ത് ജീവിക്കുമ്പോൾ നമ്മുടെയൊക്കെ ജീവിത സന്ധാരണത്തിന് സാമ്പത്തിക നന്മ എല്ലായ്പ്പോഴും ആവശ്യം തന്നെയാണ്. ഞാന് സുവിശേഷ വേലയ്ക്ക് ഇറങ്ങുന്നതിന് മുമ്പ് എൻ്റെ ഓട്ടോറിക്ഷയും ചെറിയ ജോലിയൊക്കെ ഉള്ളപ്പോൾ തന്നെ ഞാൻ ദൈവത്തിൽ ഒരു തീരുമാനം എടുത്തിരുന്നു. ദൈവം എനിക്ക് നൽകുന്നതിൽ നിന്ന് ദൈവത്തിന്റെ വേലയ്ക്ക് വേണ്ടി ആ വചനപ്രകാരം ഒരു ദശാംശമെങ്കിലും നൽകുമെന്നുള്ളൊരു തീരുമാനം ഞാൻ ദൈവത്തിൽ എടുക്കാനായിട്ട് ഇടയായി തീർന്നിട്ടുണ്ട്. അതുകൊണ്ട് അത് അങ്ങനെ തന്നെ ചെയ്തു വന്നിരുന്നു. ഞാൻ കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി സുവിശേഷ വേലയിൽ വന്ന സമയത്തും എനിക്ക് ലഭിക്കുന്ന പരിമിതമായ നന്മയിൽ നിന്ന് പോലും ദൈവം സാക്ഷിയായിട്ട് എൻ്റെ ഓർമ്മയിൽ ദശാംശം എങ്കിലും മാറ്റിവെക്കുകയോ അതിൽ കൂടുതലെങ്കിലും കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി മാറ്റിവെച്ച് കർത്താവിന് വേണ്ടി നൽകുന്ന ഒരു സ്വഭാവം എനിക്കുണ്ടായിരുന്നു. കാരണം ബൈബിളിൽ ഒരു വാക്യമുണ്ട്, നമ്മുടെ അവകാശത്തിന്റെയും പാനപാത്രത്തിന്റെയും പങ്ക് യഹോവയാണ്, നമുക്കുള്ള ഓഹരിയെ ദൈവം പരിപാലിക്കുമെന്ന്. നമുക്ക് ലഭിക്കുന്ന നന്മയിൽ നിന്ന് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നാം ചെലവിട്ടാൽ, ദൈവവചന പ്രകാരം ചെയ്താൽ നമുക്ക് ഒരു കുറവും വരില്ല എന്നുള്ളത് ഞാൻ വ്യക്തമായി അനുഭവിക്കുന്ന ആളാണ്. അതുകൊണ്ട് കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നമ്മുടെ നന്മകൾ നൽകുന്നത് നമ്മൾ വിതയ്ക്കുകയാണ്. നിശ്ചയമായിട്ടും അതിന്റെ കൊയ്ത്ത് ദൈവം നമുക്ക് തരുവാനായിട്ട് ഇടയായിട്ടില്ല. അതുകൊണ്ട് ഇന്ന് പകൽ ആരെങ്കിലും സാമ്പത്തിക വിഷയത്തിൽ പ്രയാസം അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ ഞാൻ ദൈവത്തെ സാക്ഷി നിർത്തിക്കൊണ്ട് പറയട്ടെ, വചനം പ്രമാണിച്ചുകൊണ്ട് നമുക്ക് ലഭിക്കുന്നതിൽ നിന്ന് 10-1 കർത്താവിന്റെ വേലയ്ക്ക് വേണ്ടി നൽകിയാൽ അതൊരിക്കലും നഷ്ടമല്ല. ദൈവം അമർത്തി കുലുക്കി കവിയുന്ന അളവ്
നമുക്ക് തിരിച്ചു നൽകുന്ന ദൈവമാണ്. ഞാന് വലിയ സാമ്പത്തിക നന്മ ഉണ്ടെന്നൊന്നും പറയാൻ വേണ്ടിയല്ല. എൻ്റെ നന്മകളൊക്കെ ഞാൻ ദൈവവേലയ്ക്ക് വേണ്ടി കൂട്ടി വെക്കുമ്പോൾ അതെനിക്ക് അതിനൊരു ഒരു പാത്രമുണ്ട്. ഞാൻ അതിനകത്തിൽ എല്ലാ ദശാംശവും മാറ്റി വെക്കും. ദശാംശം മാറ്റാതെ ഒരിക്കലും ഞാൻ എൻ്റെ നന്മ ചെലവാക്കത്തില്ല. ഈവൻ എൻ്റെ വിവാഹത്തിന് എൻ്റെ ഭാര്യ വീട്ടിൽ നിന്ന് കല്യാണ ചെലവിന് തന്ന ആ പൈസയിൽ പോലും അതിന്റെ ദശാംശം മാറ്റി വെച്ചതിന് ശേഷമാണ് ഞാൻ ചെലവാക്കിയത്. ഞാനിത് പറയുമ്പോൾ നിങ്ങൾ ആരും എന്നെ തെറ്റിദ്ധരിക്കരുത്. ഞാൻ പറയുന്നത് ദൈവവേലയ്ക്ക് വേണ്ടി നമ്മൾ ചെലവിട്ടാൽ നമുക്കും നമ്മുടെ തലമുറയ്ക്കും ദൈവം നന്മയായിട്ട് കണക്കിടും. അബ്രഹാം ഒരിക്കൽ വഴിപോക്കരായ ആളുകളെ വിളിച്ചിരുത്തിയിട്ട് മരച്ചുവട്ടിലിരുത്തി അവരെ സൽക്കരിച്ചു. എന്നിട്ട് അവിടെ എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്: അപ്പം കൊടുക്കാൻ നേരം 3 പേർക്ക് വേണ്ടി 3 ഇടങ്ങഴി അളന്ന് മാവെടുത്ത് അപ്പം കൊടുത്തു. എന്നാൽ മാംസം കൊടുത്തപ്പോൾ അളവില്ലാതെ കൊടുത്തു. നമ്മൾ ബൈബിളിൽ വായിക്കുന്നു, അടുത്ത 40 വർഷം അബ്രഹാമിന്റെ തലമുറകളെ ദൈവം പോറ്റിയപ്പോൾ അളന്നു കൊടുത്തതിന് അളന്നും അളക്കാതെ കൊടുത്തതിന് അളക്കാതെയും കൊടുത്ത ദൈവത്തിന്റെ കരം ഇന്നും കുറുകിപ്പോയിട്ടില്ല. കർത്താവ് ഇന്നും നമ്മെ സഹായിപ്പാൻ മതിയായ ദൈവമാണ്. അപ്പോൾ തന്നെ കർത്താവിന്റെ ദാസന്മാരായ പ്രിയപ്പെട്ടവരോട് ഒരു വാക്കും കൂടെ ഓർപ്പിക്കാൻ ആഗ്രഹിക്കുക. കർത്താവ് നമ്മെ വേലയ്ക്ക് വേണ്ടി വിളിച്ചത് കൊണ്ട് കർത്താവിന്റെ വേലയിൽ തന്നെ നിൽക്കുമ്പോൾ നാം കർത്താവിനെ മാത്രം മുന്നിൽ കണ്ട് മുൻപോട്ട് പോയാൽ കർത്താവ് നമ്മെ കരം പിടിച്ച് നടത്താൻ മതിയായ ദൈവമാണ്. കാരണം ദാവീദിനെ കുറിച്ച് അപ്പോസ്തല പ്രവൃത്തിയുടെ പുസ്തകത്തിനകത്ത് ഇങ്ങനെ എഴുതിയിട്ടുണ്ട്: ദാവീദ് തന്റെ തലമുറയിൽ യഹോവയുടെ ആലോചനയ്ക്ക് അനുസരിച്ച് ശുശ്രൂഷ ചെയ്തു എന്ന് എഴുതിയിരിക്കുകയാണ്. നിശ്ചയമായും ഈ ആയുസ്സിൽ, ഈ കാലഘട്ടത്തിൽ ദൈവത്തിന്റെ ആലോചനയ്ക്ക് അനുസരിച്ച് നാം ശുശ്രൂഷ ചെയ്യുന്നവരായി തീർന്നാൽ നാം ഒരിക്കലും ഒരിടത്തും ലജ്ജിച്ചു പോകാനായിട്ട് ഇടയാകത്തില്ല. വിളിച്ച ദൈവം വിശ്വസ്തനായി നമ്മോട് കൂടെ ഇരുന്ന് നമ്മെ നടത്താൻ മതിയായ ദൈവമാണ്. ഞാന് ഓരോ പ്രാവശ്യവും എന്റെ സ്ഥലം മാറ്റത്തിന്റെ സമയം വരുമ്പോൾ പ്രവാചകന്മാർ പറയുന്ന ദൂതുകളും ആലോചനകളും ഒക്കെ ഞാൻ അംഗീകരിക്കാറുണ്ട്, സ്വീകരിക്കാറുണ്ട്, കേൾക്കാറുണ്ട്, പ്രാർത്ഥിക്കാറുണ്ടെങ്കിലും ഞാൻ ദൈവസന്നിധി ഞങ്ങൾ കുടുംബമായിരുന്നു പ്രാർത്ഥിച്ച് ദൈവത്തിന്റെ വചനം വായിക്കുമ്പോൾ ദൈവം ആ വചനത്തിലൂടെ ഇടപെടുവാനായിട്ട് ഇടയായി. അതിനനുസരിച്ചാണ് കഴിഞ്ഞ 22 വർഷമായിട്ട് ഞാൻ കർത്താവിന്റെ വേലയിലായിരിക്കുന്നത്. കർത്താവ് എന്നോട് പറഞ്ഞു, ഞാൻ ഈ സഭയിലേക്ക് വരുമ്പോഴും കർത്താവ് എന്നോട് പറഞ്ഞു, യിരെമ്യാ പ്രവചനം 3-ാം അധ്യായം 15-ാം വാക്യത്തിനകത്ത് നിന്ന് ദൈവത്തിന്റെ മനസ്സിന് ഇണങ്ങിയ ഒരു ഇടയനായിരിക്കണം എന്ന് പറയാനായിട്ട് ആ വാക്യം എന്നെ സ്ട്രൈക്ക് ചെയ്യാനിടയായി. ആ നിലയിൽ ഞാൻ ഇപ്പോഴും കർത്താവിന്റെ വേലയിലായിരിക്കുകയാണ്. ഞാൻ കർത്താവിന്റെ ദാസന്മാരാണ് പറയുന്നത്. സ്വോത്രം. ഇന്നത്തെ ആധുനിക മാധ്യമങ്ങൾക്കകത്തൂടെ ഒക്കെ ദൈവവേല ചെയ്ത ആളുകൾ പോലും കർത്താവിന്റെ വേലയെക്കുറിച്ച് നെഗറ്റീവായിട്ടുള്ള അഭിപ്രായങ്ങളും കമന്റുകളും ആ കാര്യങ്ങളൊക്കെ പറഞ്ഞ് പലരും ദൈവവേലയിൽ നിന്ന് പുറകോട്ട് പോവുകയും അത് കേൾക്കുന്ന പലരും നിരാശപ്പെടുകയും ദൈവനാമം ദുഷിക്കപ്പെടുകയും ഒക്കെ ചെയ്യുന്ന ഈ കാലഘട്ടത്തില് എനിക്ക് ലഭിച്ച ഈ അവസരത്തില് ഈ അരോമ ടിവിയിലൂടെ ഇത് കേൾക്കുന്ന സകല ദൈവജനത്തോടും കർത്തൃദാസന്മാരോടും ഞങ്ങളുടെ വ്യക്തിപരമായ ജീവിതത്തിന്റെ അനുഭവത്തെ മുൻനിർത്തിക്കൊണ്ട് കർത്താവിനെ സാക്ഷിയാക്കിക്കൊണ്ട് പറയുന്നു, നമ്മെ വിളിച്ച ദൈവം വിശ്വസ്തനാണ്. അവൻ നമ്മെ ഒരിക്കലും കൈവിടുന്ന ദൈവമല്ല. എന്നാൽ കണ്ണുനീർ താഴ്വരകൾ ജീവിതത്തിനകത്ത് കടന്നു വരാം. അതിനെ ജലാശയമാക്കി തീർക്കാൻ കഴിയുന്ന ഒരു കർത്താവാണ് നമ്മുടെ കർത്താവ്. ആ കർത്താവിനെ സ്നേഹിച്ചും സേവിച്ചും ആരാധിച്ചും കൊണ്ട് ഈ ജീവിതയാത്രയിൽ ദൈവം നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയെ ലക്ഷ്യം വെച്ചുകൊണ്ട് മുൻപോട്ട് പോകുവാനായിട്ട് ഇടയായി തീരണം. അതിന് കർത്താവ് നിങ്ങൾക്ക് എല്ലാവർക്കും അവസരം നൽകട്ടെ. ഞാൻ പറഞ്ഞല്ലോ, കനാനായ യാക്കോബായ പശ്ചാത്തലത്തിൽ ജനിച്ചു വളർത്തപ്പെട്ട ഞങ്ങൾക്ക് കർത്താവായ യേശുവിനെ റോമാലേഖനം 9-ാം അധ്യായത്തിൽ പറയുന്നത് പോലെ വ്യക്തിപരമായ ജീവിതത്തിന്റെ രക്ഷകനും കർത്താവുമായി ഹൃദയം കൊണ്ട് വിശ്വസിക്കാനും വാഗൊണ്ട് ഏറ്റുപറയാനും രക്ഷാനിർണയം പ്രാപിച്ച് റോമാലേഖനം 6-ാം അധ്യായത്തിൽ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവിന്റെ കൽപ്പനയായ സ്നാനം സ്വീകരിച്ച് ജീവന്റെ പുതുക്കത്തിൽ നടക്കാനും പരിശുദ്ധാത്മാവിന്റെ അഭിഷേകം പ്രാപിച്ച് കർത്താവ് നമുക്ക് വേണ്ടി ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായി ഒരുങ്ങി ജീവിക്കാനും ഞങ്ങൾക്ക്, ഞങ്ങളുടെ കുടുംബത്തിൽ എല്ലാവർക്കും കർത്താവ് അവസരം നൽകി. ഞങ്ങളുടെ മാതാവും പിതാവും നിത്യതയിൽ വിശ്രമിക്കുന്നു. മദ്യപാനിയായിരുന്ന ജ്യേഷ്ഠൻ യേശുവിനെ അറിഞ്ഞ് താനും കുടുംബമായി ന്യൂ ഇന്ത്യ ചർച്ചിൽ ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ സഹോദരിയും കുടുംബവും ന്യൂ ഇന്ത്യ ചർച്ചിൽ കർത്താവിനെ സത്യത്തിലും ആത്മാവിനും ദൈവത്തെ ആരാധിക്കുന്നു. എൻ്റെ സഹോദരൻ സുനി ഐക്കാട് കഴിഞ്ഞ 22 വർഷമായിട്ട് കർത്താവിന്റെ വേലയിലായിരിക്കുന്നു. ഞാനും കഴിഞ്ഞ 23 വർഷത്തോളം കർത്താവിന്റെ വേലയിലായിരിക്കുന്നു.
ഞങ്ങളെ വിളിച്ച ദൈവം വിശ്വസനായി ഞങ്ങളോട് കൂടെയുണ്ട്. കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യതയ്ക്കായിട്ട് മാത്രമാണ് ഞങ്ങളുടെ ലക്ഷ്യം. ഇന്ന് വരെ ഞങ്ങളെ നടത്തിയ കർത്താവ് ഞങ്ങളുടെ ഈ സാക്ഷി കേൾക്കുന്ന എല്ലാവരെയും ജാതി, മത, വർഗ, വർണ്ണ വ്യത്യാസങ്ങളൊന്നുമില്ലാതെ സ്ത്രീയും പുരുഷനും എന്ന നിലയിലാണ് ദൈവം നമ്മെ സൃഷ്ടിച്ചതെങ്കിൽ ആ നിലയിൽ തന്നെ ഇന്നും മനുഷ്യവർഗത്തെ സ്നേഹിക്കുകയും കരുതുകയും ചെയ്യുന്ന ആ കർത്താവിന്റെ സ്നേഹം അനുഭവിപ്പാനും നിത്യതയ്ക്കായി ഒരുങ്ങുവാനും നിങ്ങൾക്ക് എല്ലാവർക്കും ഇടയാകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടും പ്രാർത്ഥിച്ചുകൊണ്ടും ഞങ്ങളെ സ്നേഹിക്കുകയും ഞങ്ങളെ സഹായിക്കുകയും കരുതുകയും ചെയ്ത കർത്താവ് നിങ്ങളെയും സ്നേഹിക്കുന്നു, നിങ്ങളെയും കരുതുവാൻ വിശ്വസനായ കർത്താവാണ്. ആ കർത്താവിൽ ആശ്രയിച്ച് ജീവിക്കുക എന്ന് ഓർപ്പിച്ചുകൊണ്ട് ഞാൻ ഈ സാക്ഷ്യവാക്കുകൾക്ക് ഇവിടെ വിരാമം കുറിക്കുന്നു. കർത്താവ് നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. ഈ അരോമ ടിവിയിലൂടെ ഇന്ന് എന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ ഇങ്ങനൊരു അവസരം കർത്താവ് തന്നതോർത്ത് ദൈവത്തിന് എല്ലാ മഹത്വവും മാനവും പുകഴ്ചയും അർപ്പിക്കുകയും കർത്താവിന്റെ ദാസനും അരോമ ടിവിയിലൂടെ അനേകരുടെ സാക്ഷ്യം കേൾക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും എന്റെ സ്നേഹവും നന്ദിയും വന്ദനവും അറിയിച്ചുകൊണ്ടും എന്നിൽ നിക്ഷിപ്തമായിരിക്കുന്ന സുവിശേഷത്തിന്റെ അധികാരത്തോടുകൂടെ നിങ്ങൾ അനുഗ്രഹിക്കുന്നവർ അനുഗ്രഹിക്കപ്പെട്ടിരിക്കും എന്ന വചനത്താലും നിങ്ങൾ അനുഗ്രഹം അനുഭവിപ്പാൻ വിളിക്കപ്പെട്ടവരാകിയാൽ നിങ്ങൾ മറ്റുള്ളവരെ അനുഗ്രഹിക്കണമെന്ന് വചനം പറയുന്നതനുസരിച്ച് ഞാൻ ഒരു വാക്ക് എന്നെ ശ്രദ്ധിച്ച പ്രിയപ്പെട്ടവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച് എനിക്ക് അനുവദിച്ച സമയത്തിന്റെ ഉള്ളിൽ ഈ സാക്ഷി ഇവിടെ അവസാനിപ്പിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. നമുക്ക് ദൈവസ്ഥലം പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശുവിൽ കൂടെ ഞങ്ങളെ അതിവാത്സല്യമായി സ്നേഹിക്കുന്ന ഞങ്ങളുടെ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല ദിവസത്തിനായി ഞങ്ങൾ അങ്ങേക്ക് വീണ്ടും നന്ദി പറയുന്നു. കഴിഞ്ഞ ഏറിയ വർഷങ്ങളായി കർത്താവിന്റെ ദാസൻ പ്രിയ ഡാനിയൽ പാസ്റ്ററിലൂടെ കർത്താവ് കൊടുത്ത നിയോഗപ്രകാരം ചെയ്യുന്ന ഈ ശുശ്രൂഷയിലൂടെ, ഈ അരോമ ടിവിയിലൂടെ അനേക പ്രിയപ്പെട്ടവരുടെ അനുഭവ സാക്ഷ്യങ്ങൾ പങ്കുവയ്ക്കപ്പെടാനും അത് കേട്ട് അനേക പ്രിയപ്പെട്ടവർ ബലപ്പെടുവാനും കർത്താവിൽ ആശ്രയിക്കുവാനും ഒക്കെ മുഖാന്തരമായി തീർന്നുകൊണ്ടിരിക്കുന്ന ഈ മാധ്യമത്തിലൂടെ ഇന്ന് പകൽ ദൈവ നിയോഗത്താൽ അടിയനും അടിയന്റെ സാക്ഷ്യം പങ്കുവയ്ക്കാൻ കർത്താവ് നടത്തിയ വഴികളെ കുറിച്ച് പ്രസ്താവിക്കുവാൻ കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് സ്തോത്രം. സ്വർഗത്തിൽ സ്ഥിരമായിരിക്കുന്ന ദൈവത്തിന്റെ മാറ്റമില്ലാത്ത വചനത്താലും അടിയന്റെ ജീവിത അനുഭവത്തിലൂടെയും പറഞ്ഞ സാക്ഷ്യങ്ങൾ വരും ദിവസങ്ങളിൽ ഇത് ലോകത്തിന്റെ ഏത് കോണിലും കേൾക്കുന്ന ഓരോരുത്തരുടെയും ജീവിതത്തിനകത്ത് വിശ്വാസമായി പരിണമിക്കുവാനും ഞങ്ങളെ സ്നേഹിച്ച, ഞങ്ങളെ കരുതിയ, ഞങ്ങളെ രക്ഷിച്ച കർത്താവിന്റെ ആ സ്നേഹവും രക്ഷയും കരുതലും അനുഭവിച്ചറിയുവാനും കർത്താവ് ഒരുക്കിയിരിക്കുന്ന നിത്യജീവന്റെ അവകാശികളായി തീരുവാനും കേൾവിക്കാരായ എല്ലാ പ്രിയപ്പെട്ടവർക്കും ഇടയാകേണ്ടതിനായി ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുന്നു. എല്ലാ പ്രിയപ്പെട്ടവരെയും ഞങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ഈ സാക്ഷ്യം കേൾക്കുന്ന കർത്തൃദാസന്മാരെയും കർത്തൃവേലയിൽ അധികമായി പ്രയോജനപ്പെടുവാൻ കർത്താവ് ശക്തീകരിക്കണമേ, ബലപ്പെടുത്തണമേ, കൃപയിൽ നിർത്തണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അങ്ങയുടെ വരവ് ഏറ്റവും ആസന്നമായി എന്ന് ലോക സംഭവങ്ങൾ വിളിച്ചറിയിക്കുമ്പോൾ യുദ്ധങ്ങളും യുദ്ധശ്രുതികളും കേട്ടുകൊണ്ടിരിക്കുന്ന ഈ സമയത്തും അങ്ങയുടെ വരവിന് വേണ്ടി ഞങ്ങൾ ഒരുങ്ങി ജീവിക്കുവാൻ ഞങ്ങളെ പിന്നെയും സഹായിക്കണം. കേൾവിക്കാർക്കും അതിന് അവസരം നൽകണമേ. അരോമ ടിവിയുടെ പ്രവർത്തനങ്ങളെയും പിന്നിൽ പ്രവർത്തിക്കുന്ന പ്രിയപ്പെട്ടവരെയും കർത്താവിന്റെ ദാസനെയും കുടുംബത്തെയും ഈ ശുശ്രൂഷകളെയും കർത്താവ് അനുഗ്രഹിക്കണമേ. നിങ്ങളിൽ നല്ല പ്രവൃത്തിയെ ആരംഭിച്ചവൻ യേശു ക്രിസ്തുവിന്റെ നാളോളം അതിനെ തികയ്ക്കും എന്നുള്ള വചനപ്രകാരം കർത്താവിന്റെ പ്രവൃത്തി തുടരുവാൻ കർത്താവ് സഹായിക്കണമേ. അവിടെ നൽകി തന്ന സുവിശേഷത്തിന്റെ അധികാരത്താൽ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെ നാമത്തില് ഈ പ്രോഗ്രാമിനെയും ഇതിലൂടെ വീക്ഷിക്കുന്ന, ശ്രവിക്കുന്ന സകല പ്രിയപ്പെട്ടവരെയും നിങ്ങളുടെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. നിത്യതയ്ക്കായി എല്ലാവരും ഒരുക്കപ്പെട്ടവരായി തീരണം. യേശുവിൽ അപേക്ഷിക്കുന്നു. ദയതോന്നി കേൾക്കണമേ, സ്വർഗീയ നല്ല പിതാവേ. ആമേൻ. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കട്ടെ. ഇങ്ങനെ ഒരു അവസരം നൽകി തന്ന കർത്താവിന്റെ ദാസൻ പ്രിയ ഡാനിയൽ ജോൺ പാസ്റ്ററോട് എന്റെയും എന്റെ കുടുംബത്തിന്റെയും മേലുള്ളതായ ക്രിസ്തീയ വന്ദനവും നന്ദിയും അറിയിക്കുന്നു. കർത്താവ് ഈ പ്രവർത്തനത്തെ കർത്താവിന്റെ വരവോളം അനുഗ്രഹിച്ച് നിലനിർത്തുമാറാകട്ടെ. ഓർമ്മയുടെ മനോരഥത്തിൽ മായാത്ത ഓർമ്മയ്ക്കായി അരോമ മാട്രിമോണിയിൽ നിന്നും ജീവിത പങ്കാളിയെ കണ്ടെത്തൂ. നിങ്ങൾ ഒരു ക്രിസ്തീയ ജീവിത പങ്കാളിയെ അന്വേഷിക്കുകയാണോ? അതോ മക്കൾക്ക് അനുയോജ്യമായ ഒരു തക്ക തുണയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന വ്യക്തിയാണോ? എങ്കിൽ അരോമ മാട്രിമോണി നിങ്ങൾക്ക് വേണ്ടിയാണ്. ഇന്നു തന്നെ സൗജന്യമായി രജിസ്റ്റർ ചെയ്യൂ. അരോമ മാട്രിമോണിയുടെ പ്രത്യേകതകൾ: രജിസ്ട്രേഷൻ തികച്ചും സൗജന്യം.
ലോകത്തെവിടെയുമുള്ള അനുയോജ്യമായ ക്രിസ്തീയ ജീവിത പങ്കാളിയെ തിരഞ്ഞെടുക്കാം. വിവാഹം നടക്കുന്നതുവരെ സർവീസ് ലഭിക്കുന്നു. ഏറ്റവും ചെറിയ പാക്കേജുകളും തിരഞ്ഞെടുക്കാം. അരോമ മാട്രിമോണി നിങ്ങൾക്കായി ഒരുക്കുന്നു വിവാഹം പരമാനന്ദം. ഇമെയിൽ aroma matrimony2020@gmail.com.